السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ ഔ അൽ ഈമാനു ബിൽ ബഅസ്, അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം, അതല്ലെങ്കിൽ മനുഷ്യർ മരിച്ചതിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതാണ് എന്നതിനെ കുറിച്ചുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളും വിശദീകരണങ്ങളുമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നതിൻ്റെ ഭാഗമാണ് ദുനിയാവിലെ അവസാനത്തെ ഒരു ദിവസമുണ്ട്, അൽയൗമുൽ ആഖിർ, അന്ത്യനാളുണ്ട്. അതുപോലെ അതിൻ്റെ അടയാളങ്ങൾ, അത് അടുത്തിരിക്കുന്നു എന്ന് അറിയിക്കുന്ന ഇശ്റാത്ത്, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കൽ. അതാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. അതുപോലെ തന്നെ അന്ത്യനാളിൻ്റെ വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉലമാക്കളിൽ ചിലർ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇദാ മാത റജുൽ ഖാമത് ഖിയാമതുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ ഖിയാമത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ കാണാം, അവർ ഖിയാമത്തിനെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. അൽ ഖിയാമത്തു സുഗ്റ വൽ ഖിയാമത്തുൽ കുബ്ര. ഒന്ന് അൽ ഖിയാമ സുഗ്റ, ചെറിയ ഖിയാമത്താണ്. രണ്ടാമത്തേത് അൽ ഖിയാമത്തുൽ കുബ്ര, വലിയ ഖിയാമത്താണ്. അൽ ഖിയാമത്തു സുഗ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പരലോകം ആരംഭിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ്. അതാണ് അൽ ഖിയാമത്തു സുഗ്റ. അൽ ഖിയാമത്തുൽ കുബ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരും പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന വിചാരണയും മീസാനും ഹൗദും സിറാത്തും പോലുള്ള കാര്യങ്ങളാണ്. അൽ ഖിയാമത്തു സുഗ്റ, മനുഷ്യർ മരിച്ചതിന് ശേഷം അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഈ കാലഘട്ടം, അതിനാണ് ബർസഖി കാലഘട്ടം എന്ന് പറയുന്നത്. ബർസഖ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ബർസഖ് എന്ന പദത്തിന്റെ അർത്ഥം മറ എന്നാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ വമിൻ വറാഇഹിം ബർസഖ്, ഇനി അവർക്ക് ശേഷമുള്ളത് ഒരു ബർസഖിന്റെ ലോകമാണ്. അത് ഏത് കാലഘട്ടം വരെ ഉണ്ട്? ഇലാ യൗമി യുബ്അസൂൻ, അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ അതുണ്ട്. ഇപ്പൊ മരണവും അതിന് ശേഷമുള്ള ബർസഖി കാലഘട്ടവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ധാരാളമുണ്ട്. ഒരാൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തുനിയുകയാണെങ്കിൽ ആ വിഷയത്തിൽ മാത്രം വലിയ വലിയ ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് തദ്കിറ എന്ന പേരിൽ വലിയ ഗ്രന്ഥമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മരണവും അതുപോലെ തന്നെ ഖബർ ജീവിതവും ബർസഖി ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ, വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് മാത്രം വിഷയമുണ്ട്. ഇതിൽ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാലും നിങ്ങൾക്കിത് കാണാം. ഖുർആനിൽ മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അനേകം ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സുദീർഘമായ പല ഹദീസുകളും ബർസഖി ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആകണമെന്ന് തന്നെയില്ല, സർവ്വ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് മരണം നമ്മുടെ മുന്നിൽ വന്നെത്തുമെന്ന്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. മനുഷ്യരാണോ അല്ല, ജീവനുള്ള ഏതൊരു വ്യക്തിയാണോ, അവർ മരിച്ചിരിക്കും. ഏതൊരു സൃഷ്ടിയും മരിക്കാനുള്ളവരാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, സർവ്വതും, പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇല്ലാതെയാകുന്നതാണ്, അതെല്ലാം അവസാനിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, നിന്റെ റബ്ബിന്റെ തിരുവദനം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ മാത്രം ബാക്കിയാകുന്നതാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. വതവക്കൽ അലൽ ഹയ്യിൽ ലദി ലാ യമൂത്ത്. വതവക്കൽ, നീ ബരമേൽപ്പിക്കുക ആരിൽ? അലൽ ഹയ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ. എന്താണ് അവന്റെ പ്രത്യേകത? ലദീ ലാ യമൂത്ത്,
മരിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത സർവ്വതും മരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ വന്നതുപോലെ അൻതൽ ഹയ്യുൽ ലദീ ലാ തമൂത് അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. അല്ലാഹുവേ, നീയാകുന്നു എന്നും ജീവിച്ചിരിക്കുന്നവൻ, ജിന്നും മനുഷ്യരുമെല്ലാം മരിക്കുന്നതാണ്. സർവ്വരും മരിക്കുന്നതാണ്. മരണം എന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ, ഏതൊരു നഫ്സുണ്ടോ, നഫ്സായി എന്തെല്ലാം ഉണ്ടോ, അള്ളാഹുവിന് പുറമെ ആരൊക്കെ ഉണ്ടോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അവരെല്ലാം മരണം ആസ്വദിക്കുന്നവരാണ്. ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞു, ലാ ഷൈഅ യബ്ഖ, ഒരു കാര്യവും എന്നേക്കുമായി ബാക്കി നിൽക്കുന്നതായില്ല, ഏതൊരു കാര്യവും നശിക്കുന്നതാണ്. ഫലാ യഫ്ന ഗൈറു റബ്ബിന അൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത നമ്മുടെ റബ്ബായ അല്ലാഹു മാത്രമാണ് അവസാനിക്കാത്തവനായി ഉള്ളത്. സർവ്വത്തിനും മരണം വന്നെത്തുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്ന ഹാദാ കഅസുൻ ലാ ബുദ്ദ മിൻ ശുർബിഹി, മരണം എന്നത് ആ കോപ്പയിൽ നിന്ന് രുചിക്കുക എന്നത് സർവ്വരെയും കാത്തിരിക്കുന്ന കാര്യമാണ്. വഇൻ ത്വാല ബിൽ അബ്ദിൽ മദാ വഉമ്മിറ സിനീൻ, വർഷങ്ങൾ ജീവിച്ചാലും ആയുസ് സുദീർഘമായി നൽകപ്പെട്ടാലും മരിക്കാതെ തരമില്ല. മരണം എന്നത് നമ്മുടെ മുന്നിൽ കാത്തിരിക്കുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ മരണത്തിൻ്റെ ദിവസം, അതിൻ്റെ സമയം, അതിൻ്റെ കൃത്യമായ നിമിഷം ഏതാണ് എന്ന് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സമയം വന്നെത്തിയാൽ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മുന്നിലേക്കാവുകയോ പിന്നിലേക്കാവുകയോ ചെയ്യുകയില്ല. അല്ലാഹു ശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഒമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ് കിതാബൻ മുഅജ്ജല, ഒരു നഫ്സിനും മരിക്കാൻ സാധിക്കുകയില്ല ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. കിതാബൻ മുഅജ്ജല, അല്ലാഹു നിശ്ചയിച്ച രേഖപ്പെടുത്തിയ കാര്യമാണ്. ആ സമയത്തല്ലാതെ ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയമെത്താതെ ഒരാൾ മരിക്കുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഫൽ ജുബ്നു ലാ യസീദു ഫിഹ്, ഒരു മനുഷ്യൻ ഭീരുത്വം കാണിച്ചു എന്നതുകൊണ്ട് അവന്റെ ആയുസ് വർദ്ധിക്കുകയില്ല. മരിക്കാൻ പറഞ്ഞ സമയത്ത് മരിച്ചിരിക്കും. പേടിച്ചു മാറി നിന്നതുകൊണ്ട് അവന്റെ അടുത്തേക്ക് എത്താനിരിക്കുന്ന മരണം അവനെ വിട്ടുപോവുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വഇൻ കുൻതും ഫീ ബുറൂജ് മുശയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ കണ്ടെത്തുന്നതാണ്. എത്ര ആയത്തുകളാണ് ഈ വിഷയത്തിൽ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവരുടെ അവധി വന്നെത്തി കഴിഞ്ഞാൽ ലാ യസ്തഖ്ദിമൂന സാഅ, ആ സമയത്തിൽ നിന്ന് കുറച്ചൊന്നും മുന്നോട്ടാവുകയില്ല. വലാ യസ്തഅഖിറൂൻ, അത് പിന്നോട്ടാക്കുകയുമില്ല. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു, വഇദാ ജാഅ അജലുൽ ഇൻസാനി ലാ യുംകിനു അൻ യതഅഖർ വലാ ദഖീഖ വാഹിദ, അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ നിനക്കും എനിക്കും നിശ്ചയിച്ച സമയം എത്തിയാൽ ഒരു മിനിറ്റ് പോലും അത് വൈകിക്കാൻ സാധിക്കുകയില്ല. ഫലിമാദാ തജ്അലുൽ അമല തവീലൻ, എന്നിരിക്കെ നീ എന്തിനാണ് കാലങ്ങളോളം ജീവിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ ദുനിയാവിൽ ഒരിക്കലും മരിക്കാതിരിക്കാൻ പോകുന്നവനാണ് നീ എന്ന ധാരണയിൽ എന്തിന് ജീവിക്കുന്നത്? മരണം വന്നെത്തുക തന്നെ. അള്ളാഹ് നിശ്ചയിച്ച സമയം എത്തിയാൽ, സഹോദരങ്ങളെ, ജ്യേഷ്ഠൻ നിൽക്കുമ്പോൾ അനിയന്മാർ മരിച്ചു നമ്മൾ കണ്ടിട്ടില്ലേ? പ്രായമുള്ളവർ കട്ടിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ യുവാക്കൾ മരിച്ചു നമ്മൾ കണ്ടിട്ടില്ലേ? ചെറിയ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? അള്ളാഹു സമയം നിശ്ചയിച്ചാൽ മരണം വന്നെത്തുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് മരണവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ പെട്ടതാണ് ഒരാൾക്ക് മരണത്തിന്റെ സമയം അറിയുകയില്ല എന്ന്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിന്റെ അരികിലാകുന്നു അന്ത്യനാളിന്റെ സമയം ഏതാണ് എന്നതിനെ കുറിച്ചുള്ള അറിവുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, അവനാണ് മഴ പെയ്യിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങൾ അവനാണ് അറിയുക. അതെപ്പോ പൊഴിയും, എവിടെ പെയ്യും, എത്ര പെയ്യും, അള്ളാഹുന് മാത്രമാണ് അത് അറിയുക. വയഅലമു മാ ഫിൽ അർഹാം, അതുപോലെ തന്നെ ഉമ്മമാരുടെ, മാതാക്കളുടെ ഗർഭപാത്രത്തിലുള്ളത് എന്താണ്, അള്ളാഹുന് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയുക. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്,
നാളെ നീ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് നീ മരിക്കുക എന്ന് നിനക്കറിയുകയില്ല. ഷെബ്ന സെമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞതയക്കണം, ഓരോ മനുഷ്യനും അവൻ എങ്ങോട്ട് ചലിക്കണം, അവൻ എങ്ങോട്ട് പോകണം എന്ന കാര്യം അവൻ അറിയാം. ഞാൻ എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് പോകാതിരിക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എവിടെ വെച്ച് മരിക്കുമെന്ന് അവൻ അറിയില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ ഇവിടെ തന്നെ മരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് മരിക്കുക. ചിലപ്പോൾ അവന് പരിചയമില്ലാത്ത ആളുകൾക്കിടയിൽ വെച്ച്. എത്ര ആളുകൾ അങ്ങനെ മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ഇന്നല്ലാഹ തബാറക വതആല ഇദാ അറാദ ഖബ്ദ റൂഹി അബ്ദിൻ ബിഅർദിൻ ജഅല ലഹു ഫീഹാ ഹാജ. അള്ളാഹു ഒരു മനുഷ്യന്റെ ആത്മാവ് ഒരു ഭൂമിയിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് പിടികൂടാൻ ഉദ്ദേശിച്ചാൽ അവിടേക്ക് അവനൊരു ആവശ്യം നിശ്ചയിക്കുന്നതാണ്. അവിടേക്കെത്തും, ആ സ്ഥലത്തേക്ക് അവനെത്തും. തഫ്സീറുകളിൽ വന്ന കഥകളിൽ ഒന്നാണ്, ഹദീസിൽ വന്നതല്ല, കഥകളിൽപ്പെട്ട ഇസ്രായേലിയാത്തുകളിൽപ്പെട്ട കഥകളിൽ ഒന്ന് ഇപ്രകാരമാണ്. ഇബ്നു കസീർ അദ്ദേഹം തഫ്സീർ കൊടുത്തായി കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ, അയാൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഒരാൾ അയാളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു, അയാൾ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നു. അപ്പൊ ഇയാൾ കുറച്ചു നേരം ഇവർക്ക് പേടിയായി. ഇയാൾ സുലൈമാനോട് അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മലക്കുൽ മൗത്താണ്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. നിങ്ങൾക്ക് കാറ്റ് നിയന്ത്രിക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്, കാറ്റ് അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാക്കണം. അങ്ങനെ ഈ മനുഷ്യനെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് അയാളെ സഞ്ചരിപ്പിച്ചു, അയാൾ ദൂരേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ആ മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് മരിച്ചയാൾ. പിന്നീട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മലക്കുൽ മൗത്തിനോട് ചോദിച്ചത്ര, ചരിത്രം ബനു ഇസ്രായേൽ പറഞ്ഞ കഥകളിലൊന്നാണ്, അത് സഹീഹാണോ അല്ല അങ്ങനെയല്ല, അതിന്റെ ഗുണപാഠത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ തുറച്ചു നോക്കിയത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇയാളെ പിടിക്കാനുള്ള സ്ഥലം വേറെ, ഇയാളുടെ റൂഹ് പിടിക്കാനുള്ള സ്ഥലം വേറെയായിരുന്നു. പക്ഷെ ഇയാൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത് എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അയാൾക്ക് എത്തേണ്ട സ്ഥലത്ത് അയാളെ എത്തിക്കുക എന്നത്, അയാൾ എത്തുക എന്നത് സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളിൽ ആളുകൾ മരിക്കുന്നില്ല. അതിനുള്ളിൽ പ്രവേശിക്കാൻ മലക്കിന് സാധിക്കുന്നു. അതിനുള്ളിൽ വെച്ച് ഇത്ര വേഗതയുള്ള വിമാനത്തിനുള്ളിൽ വെച്ച് മരിക്കുന്നു. കോട്ടകൾക്കുള്ളിൽ രാജാക്കന്മാർ മരിക്കുന്നു. അവരുടെ ചുറ്റും സേനകളുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ വൈദ്യന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ട് അവർ മരിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാവരും മരിക്കാൻ. ഒരാൾക്ക് മരണത്തെ തടുത്തു നിർത്താൻ കഴിയുന്നില്ല. നോക്കൂ, ആർക്കെങ്കിലും ഒരാൾക്ക് മരണം വിധിക്കില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, നബി അങ്ങ് മരിക്കുന്നതാണ്, വഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നതാണ്. ഒരാളും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, എല്ലാവരും ഇത് അനുഭവിക്കാൻ, എല്ലാവരും അതിന്റെ അവസ്ഥ നേരിടാത്ത ഒരാൾ പോലും ഇല്ല എന്നത് സഹോദരങ്ങളെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുൻപ് ഇതിനുവേണ്ടി തയ്യാറെടുക്കാൻ. മരണം എന്ന നിമിഷം അത് എത്തിക്കഴിഞ്ഞാൽ ഖലാസ്, പിന്നെ അമലിന്റെ ദിവസം കഴിഞ്ഞു, ഇനി അമൽ ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫൽയൗമ അമൽ വലാ ഹിസാബ്, ഇന്ന് പണിയെടുക്കാനുള്ള ദിവസമാണ്, വലാ ഹിസാബ്, വിചാരണയുടെ ദിവസമല്ല, ഇന്ന് വിചാരണ ചെയ്യപ്പെടുകയില്ല, നമുക്ക് ഉദ്ദേശിച്ചത് ചെയ്യാം. വഗദൻ ഹിസാബുൻ വല അമൽ, എന്നാൽ നാളെ വിചാരണ മാത്രമാണുള്ളത്. ഒരു 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിച്ചോട്ടെ, ഒരാളുടെ മീസാനിൽ ഒരു 2 റക്അത്ത് സുന്നത്തിന്റെ കുറവാണുള്ളത് എങ്കിൽ അതൊന്ന് പരിഹരിക്കാൻ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവനത് അനുവദിക്കപ്പെടുകയില്ല. നോക്കൂ, ഒരു അമലു സാലിഹാത്തുകളും ഉപകരിക്കാത്ത, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു കാര്യവും നടപ്പിൽ വരുത്താൻ കഴിയാത്തൊരു ദിവസം വരാനുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ വലാ യുഖ്ബലു മിൻഹും വലാ തുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. ഈ ആയത്ത് നോക്കൂ നിങ്ങൾ, ആയത്തിന്റെ അർത്ഥം ഇത്ര ഗൗരവപ്പെട്ടതാണെന്ന് ആലോചിച്ചു. വത്തഖൂ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സ്, ഒരു നഫ്സിന് മറ്റൊരു നഫ്സിനെ ഉപകരിക്കാൻ സാധിക്കുകയില്ല. ഒരു നഫ്സിന് മറ്റൊരു നഫ്സിനെ, അറബി ഭാഷ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കറിയാം, ഇത് നക്കിറയാണ്. ലാ തജ്സി നഫ്സുൻ
അൻ നഫ്സിൻ. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. മലക്കിന് മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല, നബിമാർക്ക് കഴിയില്ല, സാലിഹീങ്ങൾക്ക് കഴിയില്ല. ഒരു നഫ്സിനും മറ്റൊരാൾക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പയെ സഹായിക്കാൻ, എൻ്റെ ഉമ്മയെ സഹായിക്കാൻ, എൻ്റെ മക്കളെ സഹായിക്കാൻ, എന്നോട് ഏറ്റവും അടുത്തുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയില്ല. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സ്. ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാത്ത ദിവസം. മാത്രമല്ല വലാ യുഖ്ബലു മിൻഹാ ശഫാഅ. അന്നേ ദിവസം ഒരു ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. ആരുടെയെങ്കിലും ശുപാർശ കൊണ്ടൊന്ന് കഴിച്ചിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ ഒരാളും ശുപാർശ പറയുകയില്ല. വലാ അദ്ലുൻ. എന്നാൽ ചെയ്തു പോയ തിന്മകൾക്ക് പ്രായശ്ചിത്തമായി എന്തെങ്കിലും നൽകിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതും സാധിക്കുകയില്ല. നോക്കൂ, വേറൊരാളെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല, നിനക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, ശുപാർശകൾ നടപ്പില്ല, പ്രായശ്ചിത്തവും നടപ്പില്ല. വലാഹും യുൻസറൂൻ. ഒരു നിലക്കും സഹായം ലഭിക്കുകയുമില്ല. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് മരണമാണ്. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു ഘട്ടം തന്നെയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടം അതാണ്, മരണം എന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഹൽ യൻഫുറൂന ഇല്ലാ തഅവീലഹു. അവർ കാത്തിരിക്കുന്നത് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം വന്നെത്തുന്നതാണോ? യൗമ യഅതി തഅവീലുഹു യഖൂലു അല്ലദീന നസൂഹു മിൻ ഖബ്ലു ഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ്. അത് വന്നെത്തുന്ന ദിവസം, ആ ദിവസം മറന്നുപോയ ആളുകൾ, പരലോകം വിസ്മരിച്ചു പോയ ആളുകൾ, അവർ പറയും ഖദ് ജാഅത് റസൂലു റബ്ബിനാ ബിൽ ഹഖ്. നമ്മുടെ റസൂലുമാർ, നബിമാർ, അവർ സത്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ഫഹൽ ലനാ മിൻ ശുഫഅഅ ഫയശ്ഫഉ ലനാ. അതുകൊണ്ട് നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ ആരെങ്കിലും കിട്ടുമോ? ഏതെങ്കിലും ശുപാർശകരുണ്ടോ? ഔ നുറദ്ദു ഫനഅമല ഗൈറ അല്ലദി കുന്ന നഅമൽ. അതല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് മടക്കിയാൽ ഇതുവരെ ചെയ്തതല്ലാത്ത മറ്റു വല്ലതും ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഒരു അവസരം കൂടി ലഭിക്കുമോ? ഖദ് ഖസിറു അൻഫുസഹും. അല്ലാഹു പറയും, അവരുടെ സ്വന്തങ്ങളെ അവർ നാശത്തിലേക്ക്, നഷ്ടത്തിലേക്കാണ് വലിച്ചഴിച്ചത്. വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. അവർ കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങൾ, അവർ ഇത്രയും കാലം ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളുടെ സമ്പത്ത്, അധികാരം, പ്രസിദ്ധി, സ്ഥാനമാനങ്ങൾ, അവർ അള്ളാഹുവിന് പുറമെ ഉണ്ടാക്കി തീർത്ത അവരുടെ ആരാധ്യ വസ്തുക്കൾ, ഖദ് ദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അതെല്ലാം അവരെ വിട്ടുപോകുന്നതാണ്. ഒന്നും സഹായിക്കാനാത്ത ദിവസം വന്നെത്തുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അവർക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കിക്കൊണ്ടു പോകണമേ, ഒന്ന് മടക്കണം, ദുനിയാവിലേക്ക് ഒരു തിരിച്ചുപോകും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ഇതുവരെ വീഴ്ച വരുത്തിയ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞാൻ ഇനി അമൽ ചെയ്തു കൊള്ളാം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. അല്ലാഹു പറഞ്ഞു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ടതില്ല, ഒരു സമയം കഴിഞ്ഞു. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്കു മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ അവരെ കാത്തിരിക്കുന്ന ഒരു ബർസഖുണ്ട്. സൂറത്തു അൽ മുനാഫിഖൂൻ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലേ മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും, നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾ അതൊന്നും അശ്രദ്ധരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരെങ്കിലും സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ പെട്ടുകൊണ്ട് പരലോകത്തെക്കുറിച്ച് അശ്രദ്ധയിലായാൽ അവർ തന്നെയാകുന്നു യഥാർത്ഥ നഷ്ടക്കാർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു. നിങ്ങൾക്കാർക്കെങ്കിലും മരണം വന്നെത്തുന്നതിന് മുൻപ് നാം നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സ്വതക്ക നൽകുക, ചെലവഴിക്കുക, ദാനം നൽകുക. നമുക്ക് അള്ളാഹു പറഞ്ഞു നിങ്ങളെ സമ്പത്ത് നല്ല, ഞാൻ തന്നതാണ്. റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹു ഒരു സമയത്തേക്ക്, കുറഞ്ഞ ഒരു സമയത്തേക്ക് എനിക്കൊന്ന് അവധി നൽകിയാൽ വഅകും മിന സാലിഹീൻ, ഞാൻ അല്ലാഹു സാലിഹീങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ.
അള്ളാഹു ഒരിക്കലും നിശ്ചയിക്കപ്പെട്ട സമയം വന്നെത്തിയാൽ ഒരാളെയും പിന്നോട്ട് നീക്കി വെക്കുന്നതല്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കാര്യം ഹദീസിൽ വന്നതുപോലെ യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നവനാണ്. പ്രത്യേകിച്ചു സഹോദര, വയസ്സ് അധികരിക്കുന്നതിനനുസരിച്ച് ഈ ഓർമ്മ അധികരിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. കാരണം അപ്രതീക്ഷിതമായി ആളുകൾ മരിച്ചു പോകുന്ന ഘട്ടമാണിത്. എവിടെ നിന്നാണ് മരണം നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ സുബ്ഹാനല്ലാഹ് മരിക്കുന്ന വഴികൾ നോക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് ഇത്രയും കുട്ടികളുണ്ട്, ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കാതെ ഞാൻ എങ്ങനെ പോകും. നീ കണ്ടിട്ടില്ലേ, നിന്നെക്കാൾ ചെറിയ മക്കളുള്ള ആൾക്കാർ പോകുന്നു. ഭാര്യ ഗർഭിണിയായിരിക്കെ മരിച്ചു പോകുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ലേ? ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അയാൾ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ പോകുന്നു, ഞാൻ എൻ്റെ കുട്ടിയെ കണ്ടിട്ടല്ലേ പോകുന്നല്ലേ അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ ആളാകട്ടെ, എന്തു വലിയ കാര്യങ്ങളുള്ളവനാകട്ടെ, നിങ്ങൾ ഉലമാക്കൾ ചരിത്രം എടുത്തു നോക്കൂ. പണ്ഡിതന്മാർ, മനുഷ്യന് ചിലപ്പോൾ ശൈത്താൻ പലപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടിടുന്ന എനിക്ക് സമയമുണ്ട് എന്നതാണ്. അതിന് പല ന്യായങ്ങളുണ്ടായിരിക്കും. ഞാൻ ഇത്ര സദഖ ചെയ്യുന്നവനാണ്, അപ്പം ഈ സദഖകളൊക്കെ ചെയ്ത് കുറേ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല, ഞാൻ മരിക്കുള്ളൂ. നോക്കൂ, നിങ്ങൾ ഉലമാക്കൾ ചരിത്രം എടുത്തു നോക്കൂ. ഉദാഹരണത്തിന് നവവി, അല്ലാമ നവവി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കിതാബുകൾ നിങ്ങൾക്ക് ആർക്കറിയാത്ത, ഞാനിപ്പോൾ ഇവിടെ ഏത് സാധാരണക്കാർ ചോദിച്ചാലും അദ്ദേഹത്തിന്റെ കിതാബുകളെ കുറിച്ച് ആൾക്കാർക്ക് അറിയാം. റിയാദ് സാലിഹീൻ, അർബഊന നവവിയ്യ, ശർഹ് മുസ്ലിം, ഇങ്ങനെ സാധാരണക്കാർക്ക് വരെ പരിചിതമായ കിതാബുകൾ എഴുതിയ ആളാണ്. വലിയ പണ്ഡിതൻ. പക്ഷെ അദ്ദേഹം 40-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം എഴുതുമായിരുന്നു. പക്ഷെ അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് മരണപ്പെട്ടു. നീ എത്ര വലിയ അറിവുള്ളവനാണ്, നിന്നെ കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല. നിനക്ക് നിന്റെ റബ്ബിനാണ് ആവശ്യമുള്ളത്. നിന്നെ കൊണ്ട് നിന്റെ ദീന് നീ സഹായിക്കേണ്ട ആവശ്യമില്ല, നീ നിന്നെയാണ് സഹായിക്കുന്നത്. ഞാൻ എന്തോ ആണ്, ഞാൻ എത്രയോ കാലം ഇവിടെ ഉണ്ടാവും, ഇതൊക്കെ പൂർത്തീകരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ദീനിന്റെ കാര്യത്തിൽ വരെ നിനക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ദുനിയാവിന്റെ കാര്യം, ദീനിന്റെ കാര്യത്തിൽ വരെ നിനക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എപ്പോഴും മുന്നിൽ വന്നെത്താം. അല്ലാഹു അലം, ചിലപ്പോൾ നിനക്കുള്ള കഫൻ തൊട്ടടുത്ത കടയിലുണ്ടായിരിക്കും. തൊട്ടടുത്ത കടയിൽ നിനക്കുള്ള കഫൻ റെഡി ആയിട്ടുണ്ടാവും, നീ അറിയുന്നില്ല. നിന്നെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. നിനക്ക് നിന്റെ മരണം വിധിച്ച വാഹനം ചിലപ്പോൾ അതിന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും, നിനക്കറിയില്ല സഹോദര. അതുകൊണ്ട് മരണം എപ്പോഴും മുന്നിൽ വന്നെത്താൻ സാധ്യതയുണ്ട് എന്ന തയ്യാറെടുപ്പോടുകൂടി ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. മരണം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബർസഖിയ ജീവിതമാണ്. ബർസഖിയായ ജീവിതം ഖുർആനിൽ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് സൂചനയുണ്ട്, ഹദീസിലുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സ്ഥൈര്യമുള്ള വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞാൽ ഖബറിൽ ഉറപ്പിച്ചു നിർത്തുന്ന. ഇന്ന് ഖബറിലേക്ക് എത്തിയാൽ മലക്കുകൾ നിന്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു നിന്നെ ഉറപ്പിച്ചു നിർത്തും. എങ്ങനെയുള്ള ആളുകളെ? ഈമാനുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അപ്പൊ ഖബറിൽ പരീക്ഷണമുണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള വിശദീകരണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വിശദീകരണം ആര് നൽകിയതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇവിടെ ഉദ്ദേശം, ഇദാ ഉഖ്ഇദൽ മുഅ്മിനു ഫീ ഖബ്രിഹി ഉതിയ സുമ്മ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ ആയത്തിന്റെ ഉദ്ദേശം, ഒരു മനുഷ്യൻ ഖബറിൽ അവനെ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ അവനെ അവിടെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നതാണ്. അപ്പോൾ അവൻ ഷഹാദത്ത് കലിമ സാക്ഷ്യം വഹിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഖുർആനിലെ തെളിവുകളിൽ ഒന്ന് അതാണ്, സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ തെളിവ് സൂറത്ത് ഗാഫിറിലെ ആയത്താണ്.
അള്ളാഹു പറയുന്നു വഹാഖ ബിആലി ഫിർഔന സൂഅൽ അദാബ്, ഫിർഔനിന്റെ കൂട്ടർ അവരെ ഏറ്റവും മോശമായ ശിക്ഷ പിടികൂടി എന്ന് അള്ളാഹു പറയാൻ. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകം കാണിക്കപ്പെടുന്നതാണ്. ഫിർഔന് രാവിലെയും വൈകുന്നേരം നരകം കാണിക്കപ്പെടുന്നത് എവിടെയിരിക്കും? ഈ ആയത്ത് ഖബർ ശിക്ഷ ഉണ്ട് എന്നതിനുള്ള ഖുർആനിലെ വ്യക്തമായ തെളിവാണ്. ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞേക്കാണ്, ഈ ആയത്ത് അസ്ലാൻ അഹ്ലുസുന്നത്തുൽ ജമാഅ ഇത് നിഷേധിച്ച ആൾക്കാരുണ്ട്. മുഅ്തസില ഇതുപോലെ പല വിഭാഗങ്ങളും ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനത്തെ ആൾക്കാർ. ചില ആൾക്കാർ പറഞ്ഞത് ജയിൽ ശിക്ഷയാണ്, ഖബറിൻ്റെ ഉള്ളിൽ അവിടെ ശിക്ഷിക്കാൻ സ്ഥലം. അഊദു ബില്ലാഹ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ അള്ളാഹുവിന്റെ കഴിവിനാണ് ഈ ചോദ്യം ചെയ്യുന്നത്. മനുഷ്യന് ഖബറിൽ എത്തുന്നതിന് മുൻപ് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടാൽ അവൻ്റെ അവസ്ഥ എന്താണ്? അല്ലെ, നീ എന്തൊക്കെ സ്ഥലത്ത് പോയി വരുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു, എത്ര ചില സമയത്ത് ജീവനുള്ള സമയത്ത് ഉണർച്ചയിൽ അനുഭവിക്കുന്ന ഇതിനേക്കാൾ കഠിനമായ വേദന ഉറക്കത്തിലെ സ്വപ്നങ്ങൾ ചിലപ്പോൾ മനുഷ്യർക്ക് സമ്മാനിച്ചു കളയും. ഉറക്കത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളുടെ കടുപ്പം ചില സന്ദർഭത്തിൽ മനുഷ്യരെ ചില സമയത്ത് ഉണർച്ചയിലുള്ളതിനേക്കാൾ വലിയ വേദന അനുഭവിപ്പിച്ചു കളയും. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാൻ, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, നരകം അവർക്ക് മുൻപിൽ രാവിലെയും വൈകുന്നേരം കാണിക്കപ്പെടുന്നതാണ്. വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, എന്നാൽ അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം അള്ളാഹു പറയുന്നതാണ്, ഇതാ ഇവരെ നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളുക. അപ്പൊ ഈ ആയത്ത് എന്തിന് തെളിവാണ്? ഖബർ ശിക്ഷയുണ്ട് എന്നതിനുള്ള തെളിവാണ്. ശുദ്ധ ഖുർആനിലെ വ്യക്തമായ തെളിവാണ്. ഒരു നിലക്ക് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ ധാരാളമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലൗല അൻ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചുപോയ ആളുകളെ ഖബറടക്കില്ലായിരുന്നെങ്കിൽ, അത് നിർത്തിവെക്കില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഖബറിലുള്ള ആളുകളുടെ ശബ്ദം കേൾപ്പിക്കാൻ അള്ളാഹുവിനോട് പറയുമായിരുന്നു. ഖബറിലുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭീതിപ്പെടുത്തുന്ന ശബ്ദം കേട്ടിൽ മനുഷ്യർ ഖബറടക്കാൻ പേടിക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ അത് കേൾപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ അവർ പറഞ്ഞതായി കാണാം, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുത്ബ പറയുന്ന സന്ദർഭത്തിൽ ഖബറിലെ ശിക്ഷയെക്കുറിച്ച് സംസാരിച്ചു. ഫലമ്മ ദക്കറ ദാലിക ضج المسلمون ضجة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സംസാരിച്ചപ്പോൾ മസ്ജിദിൽ ഉണ്ടായിരുന്ന സഹാബിമാർ അവരുടെ കരച്ചിൽ പ്രത്യേക കേൾക്കുന്നത്ര മസ്ജിദ് കുലുങ്ങുന്ന രൂപത്തിൽ അവർ കരയുകയായിരുന്നു, വിതുമ്പി കരയുകയായിരുന്നു എന്ന ഹദീസുകൾ കാണാം. ഫിത്നത്തുൽ ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അത്ര പ്രയാസകരമായ ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരത്തിൽ പഠിപ്പിച്ച ദുആകളിൽ ഒന്നാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ ومن فتنة المحيا والممات اللهم إني أعوذ بك من عذاب القبر من عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളിൽ രക്ഷ തേടാറുണ്ടായിരുന്നു. സലഫുകളിൽ ചിലർ തങ്ങളുടെ മക്കൾ നിസ്കാരത്തിൽ അത് ചൊല്ലാതെ വന്നാൽ വീണ്ടും നിസ്കരിക്കാൻ പറയും, അത് ശീലമാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രാധാന്യം കാരണത്താൽ. ഖബർ ശിക്ഷ ഉണ്ട് എന്നതിന് ഈ പറഞ്ഞ ആയത്തുകളും ഇതല്ലാത്ത ആയത്തുകളുണ്ട്, ഞാൻ ചുരുക്കിയതാണ്. ഇതല്ലാത്ത ആയത്തുകളും ഹദീസുകളും അതിന് തെളിവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഖബർ എന്നത് അതിഭീകരമായ കാഴ്ചയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഓർമ്മിപ്പിക്കാൻ, അവനെ പരലോകം ഖബർ മതിയായതാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ കടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് അവൻ ഖബറിൻ്റെ അടുത്ത് വരെ ചിരിക്കുന്നത് നിർത്തുന്നില്ല. നിങ്ങൾ ആളുകൾ ഒപ്പം ഖബറടക്കാൻ പോയി വെക്കും. ഇന്ന് കാണുന്ന വിചിത്രമായ കാഴ്ചകളിലൊന്നാണ്. അവനെ ഓർമ്മപ്പെടുത്താവുന്ന, അവനെ പേടിപ്പെടുത്താവുന്ന ഏറ്റവും വലിയ കാഴ്ച അവൻ്റെ മുന്നിലുണ്ട്. പക്ഷെ അവൻ ചിരിക്കാൻ. അവിടെയും ആളുകൾ തമാശ പറയും, അവിടെയും ആളുകൾ പരസ്പരം ചിരിക്കുകയും, സുബ്ഹാനല്ലാഹ്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണിത്. മനുഷ്യരിങ്ങനെ ഖബറിൻ്റെ അടുത്ത് ചിരിക്കാന്നുള്ളത്. ഖബർ അവനെ പരലോകത്തെക്കുറിച്ച് യാതൊരു നിലക്ക് ഓർമ്മപ്പെടുത്തില്ല. നമ്മൾ എന്തിലാണ് ഈ വിശ്വസിക്കുന്നത്?
സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് ഖബറടക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനാസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മരിച്ച ആളുകളുടെ കുടുംബം തന്നെ കാണാം ചിലപ്പോൾ ചിരിച്ച് വർത്തമാനം പറയും. അത്ര പെട്ടെന്നാണ് മനുഷ്യരെ മരണം അതിൻ്റെ ഭയാനകത മറപ്പിച്ച് കളയുന്നത്. അത്ര പെട്ടെന്നാണ്. ചില വീടുകളിൽ നിങ്ങൾ ഖബറടക്കിയിട്ട് അവരുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കും, കല്യാണ വീട്ടിൽ പോയതുപോലെ ഉണ്ടാവും. വല്ലാ, ഞാനിത് തമാശയായി പറഞ്ഞല്ല, അനുഭവമുണ്ട് ഈ കാര്യം. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. മരിച്ച വീട്ടിൽ ഖബറടക്കിയിട്ട് തിരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണ വീട്ടിൽ പോയതുപോലെ ഉണ്ടാവും. ഒരു മരണം വന്നിറങ്ങിപ്പോയ വീടാണിത് എന്ന് ചിലപ്പോൾ നിനക്ക് അനുഭവപ്പെടുകയില്ല. ഖബറിൻ്റെ അടുത്ത് നീ ആളുകളെ ചിലപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. ആളുകൾ എത്ര നിസ്സാര ഭാവത്തിലാണ് നിൽക്കുന്നത്, എത്ര സൗകര്യത്തിലാണ്. എന്നാൽ സഹാബികളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സേവകനായിരുന്ന ഹാനി അദ്ദേഹം പറയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന ഇദാ വഖഫ അലാ ഖബ്റിൻ ബക. അദ്ദേഹം ഒരു ഖബറിൻ്റെ അടുത്ത് നിന്നാൽ കരയുമായിരുന്നു. ഹത്ത യബുല്ല ലിഹ്യതഹു, അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുന്നത് വരെ. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, തദ്കുറുൽ ജന്നത വന്നാർ വലാ തബ്കി. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ കരയാറില്ലല്ലോ. വതബ്കി മിൻ ഹാദ, എന്നാൽ ഖബർ കണ്ടാൽ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറഹ്. ഖബർ എന്നത് പരലോകത്തേക്കുള്ള ഭവനങ്ങളുടെ ആരംഭമാണ്. ആദ്യത്തെ ഭവനം ഇതാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടേക്ക് പ്രവേശിക്കുന്നത് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, മരിച്ച മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കല്ലോ. മരിച്ച മനുഷ്യനെ കുറിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അയാളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്കാരുണ്ട്, എത്ര പെട്ടെന്നാണ് പോയത്, ഞങ്ങളുടെ അവസ്ഥ ഇനി എന്താ? നിങ്ങളെപ്പോഴും അയാളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? മരിക്കുന്നതിന് തൊട്ട് മുൻപ് അയാൾ മലക്കുൽ മൗത്തിനെ കാണുന്നുണ്ട്. നബി ഹദീസിൽ വന്നതുപോലെ മനുഷ്യൻ മരണം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൺവട്ടത്ത് മലക്കുൽ മൗത്ത് വന്നിരിക്കും. അവൻ മുഅ്മിനാണെങ്കിൽ നല്ല രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അവൻ കാഫിറാണെങ്കിൽ, ധിക്കാരിയായിരുന്നെങ്കിൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവും. പിന്നീട് അങ്ങോട്ടുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവൻ ഈ നേരിട്ടിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ കാഠിന്യം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. വീട്ടുകാർ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി. അദ്ദേഹം കുറച്ചു നേരം അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. അദ്ദേഹം അവർ ചോദിച്ചു, എന്തേ ഭക്ഷണം കഴിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു മൽപ്പിടുത്തം കണ്ടിരിക്കുന്നു. മരണത്തിൻ്റെ മൽപ്പിടുത്തം. നിങ്ങളെപ്പോഴെങ്കിലും മരണമാസന്നമായ ആളുകളുടെ അടുത്ത് പോയി നിന്നിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞേക്കണം, ഇബ്നു കസീർ ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കണം, ദുനിയാവിൽ മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും ശക്തമായ വേദന മരണത്തിൻ്റെതാണ്. കാരണം ചില ഉലമാക്കൾ ഇത് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, കാരണം ജീവൻ ശരീരത്തിൻ്റെ എല്ലാ ഞരമ്പുകളിൽ നിന്നും പുറത്തേക്ക് വലിക്കുകയാണ്. എല്ലാ ഞരമ്പുകളിൽ നിന്നും നിന്റെ ഏതെങ്കിലും, അവർ പറഞ്ഞതായിക്കണം, വേദന എന്ന് പറയുന്നത് ജീവനുള്ള സ്ഥലത്ത് മുറിവേൽക്കുമ്പോഴാണ് അനുഭവിക്കുക. അതായത് റൂഹുള്ള സ്ഥലത്ത് മുറിവേൽക്കുമ്പോൾ വേദന അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുടിയിൽ നമ്മൾ നുള്ളിക്കഴിഞ്ഞാൽ വേദനയില്ല, കാരണം അതിൽ ജീവനില്ല. മുടിയിൽ ജീവനില്ല, ജീവനില്ലാത്ത വസ്തുവാണ് മുടി. പക്ഷെ ജീവനുള്ള സ്ഥലത്ത് നുള്ളിയാൽ വേദന ഉണ്ടാവും. അദ്ദേഹം പറയുന്നു, ഒരു സ്ഥലത്ത് നുള്ളുമ്പോൾ വേദനിക്കുന്നത് ഇത് റൂഹ് അതിലുള്ളത് കൊണ്ടാണ്, ആത്മാവ് അതിലുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ വേദന പരിപൂർണമായും റൂഹല്ല അനുഭവിക്കുന്നത്, ശരീരത്തിന് അതിൽ പങ്കുണ്ട്. മരണത്തിൻ്റെ വേള എന്ന് പറയുന്നത് ജീവന്റെ അവസാനത്തെ തുടിപ്പും ഓരോ നരമ്പുകളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വലിക്കുന്ന സമയമാണ്. അതാകട്ടെ സഹോദര, ദുനിയാവിൽ ജനിച്ച ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠനായ സയ്യിദ് വലദി ആദം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് പോലും അതിൽ നിന്ന് ഒഴിവുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിൻ്റെ തൊട്ടടുത്ത സമയമെത്തിയപ്പോൾ അവിടുന്ന് നനഞ്ഞ ഒരു തുണി തൻ്റെ മുഖത്ത് ഇട്ടുകൊണ്ട്, മുഖത്ത് തണുപ്പ് വെച്ചുകൊണ്ട്
അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഇത് പറയുന്നത്. ആയിഷ ബീവി പറയുന്നത്, അത് കണ്ടതിന് ശേഷം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാൾ വേദന അനുഭവിക്കുന്നത് കണ്ടാൽ ഞാൻ ഒരിക്കലും അയാളെക്കുറിച്ച് മോശമായി വിചാരിക്കാറില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വേദന അനുഭവിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന് വേദനയുണ്ട്. ഈ അവസ്ഥ അകപ്പെട്ടൊരു മനുഷ്യൻ്റെ അത് കണ്ടിട്ടാണ് നമ്മൾ ഈ വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നി ഖദ് നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ, ഞാൻ ഖബറുകൾ സന്ദർശിക്കുന്നത് നിങ്ങളോട് ഞാൻ വിലക്കിയിരുന്നു. ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത്ത് ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ. പല റിവായത്തിൽ കാണാം അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്, അത് നിങ്ങളെ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. ഫഇന്നഹ തുറിഖുൽ ഖുലൂബ്, അത് നിങ്ങളുടെ ഹൃദയങ്ങളെ ലോലമാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൻ്റെ അടുത്ത് പോയി നിൽക്കൂ. നിന്നെ പോലുള്ള ആൾക്കാരാണ് കിടക്കുന്നത്. എന്താണ് അവൻ്റെ സ്ഥിതി? അവിടെ അനുഭവിക്കുന്ന ഇരുട്ടിൽ എന്താണ് അവനുള്ളത്? അവനെ സമാധാനിപ്പിക്കാൻ ആരാണുള്ളത്? ഇവിടെ നീ ഒരു വേദന അനുഭവിച്ചാൽ നിന്റെ ഭാര്യ അടുത്തുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. ആരാണ് അവനോട് ഉള്ളത്? ഒരാളും അവനോടില്ല. അവനും അവൻ്റെ അമലുകൾ മാത്രമുണ്ട്. സഹോദര, ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞതുപോലെ അത് ആദ്യത്തെ ഭവനമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് അതിനേക്കാൾ എളുപ്പമാണ്. വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ, അതിൽ അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് ശേഷമുള്ളത് അതിനേക്കാൾ കടുത്തതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ദഉ മിൻഹു, ഞാൻ ഏതൊരു കാഴ്ചയും കണ്ടിട്ടില്ല, ഏതൊരു കാഴ്ച പ്രയാസപ്പെടുത്തുന്ന എന്തൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ അതിനേക്കാളെല്ലാം കടുത്ത ഭീകരമായ ഭീതിതമായ കാഴ്ചയായി ഖബറിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടല്ലാതെ ഏത് കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ കടുത്ത കാഴ്ച ഖബറിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. അബൂ ഉമാമ അൽ ബാഹിലി അദ്ദേഹം പറഞ്ഞതായി കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അസ്ബഹ്തും അംസൈതും ഫീ മൻസിലിൻ തഖ്തസിമൂന ഫീഹിൽ ഹസനാത്ത് വസ്സയ്യിആത്ത്, നിങ്ങളിപ്പോൾ നേരം പുലരുന്നതും വൈകുന്നേരത്തിലേക്ക് പ്രവേശിക്കുന്നതും സൽക്കർമ്മങ്ങളും തിന്മകളും ഒക്കെ വിതരണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നന്മ ചെയ്യാം, തിന്മ ചെയ്യാം, ഇതിനൊക്കെ സ്ഥലമുണ്ട്. വതൂഷികൂന അൻ തദ്അനൂ മിൻഹു ഇലാ മൻസിലിൻ ആഖർ, ഇവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. വഹുവ ഹാദാ, എന്നിട്ട് അദ്ദേഹം ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചു, ഇതാണ് ആ സ്ഥലം, ഇവിടേക്കാണ് എത്താനുള്ളത്. അദ്ദേഹം പറഞ്ഞു ബൈത്തുൽ വഹ്ദ, ഏകാന്തതയുടെ ഭവനമാണത്, ഒരാളൊപ്പല്ല. വബൈത്തി ദുൽമ, ഇരുട്ടിൻ്റെ സ്ഥലമാണത്, ഇവിടെ വെളിച്ചമില്ല. വബൈത്തി ദൂദ്, പുഴുക്കളും പിന്നെ തിന്നുന്ന പ്രാണികളുമാണ് അവിടെ ഉള്ളത്. വബൈത്തി ദീഖ്, ഇടുക്കത്തിൻ്റെ ഭവനമാണത്. ഇല്ലാ മാ വസ്സ അല്ലാഹ്, അള്ളാഹു നിനക്ക് വിശാലത നൽകിയാലല്ലാതെ, അള്ളാഹു നിനക്ക് പ്രകാശം നൽകിയാലല്ലാതെ. അതുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അമൽ ചെയ്യുക. ഹിഷാം അദ്ദസ്തുവാഇ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയണം, രാത്രി കിടക്കാനിരിക്കുന്ന സമയത്ത് സുബ്ഹാന, ഞാൻ ഈ അസർ വായിക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിലത് പോയിട്ടില്ല. ഹിഷാം അദ്ദസ്തുവാഇ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാം, അദ്ദേഹത്തിന് രാത്രി കിടക്കുന്ന സമയത്ത് വിളക്കണച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ശക്തമായി പേടിക്കുമായിരുന്നു. ഭാര്യ അദ്ദേഹത്തോട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടത്ത് പേടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്, ഇന്നി അദ്കുറു ദുൽമത്തൽ ഖബർ, ഈ ഇരുട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഖബറിൽ ഇരുട്ടാണ്, ഇതേപോലെയാണ് അവിടെ പോയി കിടക്കാനുള്ളത് എന്ന്. എത്ര തവണ ഇരുട്ടിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇരുട്ട് നാളെ ഖബറിൽ ഒരു ഇരുട്ട് വരാനിരിക്കുന്നുണ്ട്. നോക്കൂ സുബ്ഹാനല്ലാഹ്, അത് അടച്ചിട്ട് ആൾക്കാർ തിരിച്ചു പോയി കഴിഞ്ഞാൽ കാണാനിരിക്കുന്ന കാഴ്ചകൾ എന്താണ്, നേരിടാനിരിക്കുന്നത് എന്താണ്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ, അള്ളാഹു അതിന് തൗഫീഖ് നൽകുമോ? ഇതൊക്കെ ഒരു മനുഷ്യനെ പേടിപ്പെടുത്താൻ തുടങ്ങിയാൽ, ഒരു സഹോദരങ്ങളെ, അമലു സാലിഹാത്തുകൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തലുകളിൽ പെട്ടതാണിത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിൽ, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഹദീസ് വന്നിട്ടുണ്ട്, നിങ്ങൾ പല കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസ്. തബൂക്ക് യുദ്ധത്തിൽ സഹാബികൾക്ക് കാര്യമായി ഗനീമത്തായി കാര്യമായി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പശുവും ഒട്ടകവും അതുപോലെ മറ്റു സ്ഥാനങ്ങളുമൊക്കെയാണ് അവർ ഗനീമത്തായി പിടിച്ചെടുത്തത്. അങ്ങനെ അവർ തിരിച്ചു മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കവേ ആ സൈന്യത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം യാത്രക്കിടയിൽ എവിടെ നിന്നോ വന്നെത്തിയ ഒരു അമ്പ് അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം മരിച്ചത് കണ്ടപ്പോൾ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മനുഷ്യ ഷഹീദായിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, അങ്ങനെ പറയാനായിട്ടില്ല. അവൻ ഗനീമത്തിന്റെ സ്വത്തിൽ നിന്ന് വീതം വെക്കപ്പെടുന്നതിന് മുൻപ് ഒരു പുതപ്പ്, ഒരു വിരിപ്പ്, അത് അനുവാദമില്ലാതെ കൈക്കലാക്കിയിട്ടുണ്ട്. ഒരു വിരിപ്പ്, ആ കാലഘട്ടത്തിൽ ഒരാൾ എടുക്കുന്ന വിരിപ്പിന്റെ വലുപ്പം എന്തായിരിക്കും? ആ വിരിപ്പ് അവനെ ഇതാ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ 2 അറാക്കിന്റെ കൊള്ളിയും എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, 2 അറാക്കിന്റെ കൊള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, 2 നരകത്തിൽ നിന്ന് 2 കൊള്ളികളാണിത്. ഇബ്നുൽ ഖയ്യിം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഈ ആളുകൾക്കെല്ലാം ആ ഗനീമത്തിൽ പങ്കുണ്ട്. ഈ പുതപ്പെടുത്ത ആൾക്ക് യഥാർത്ഥത്തിൽ ഗനീമത്തിൽ അവകാശമുണ്ട്. പക്ഷെ അത് പങ്കുവെക്കപ്പെടുന്നതിന് മുൻപ്, അത് വീതം വെക്കപ്പെടുന്നതിന് മുൻപ് അത് എടുത്തു എന്നുള്ളതാണ് അയാളുടെ തെറ്റ്. അയാൾക്കതിന് അവകാശമുണ്ട്, ഗനീമത്തിൽ നിന്ന് അയാൾക്ക് അവകാശമുണ്ട്. പക്ഷെ അത് വീതം വെക്കപ്പെടുന്നതിന് മുൻപ് അയാൾ എടുത്തു എന്നുള്ളതാണ് അയാളുടെ തെറ്റ്. ഇതാണ് ആ മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധം ചെയ്ത ഒരാളുടെ കാര്യം ഇതാണെങ്കിൽ, ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ചോദിക്കും, ഫകൈഫ ബിമൻ ളലമ ഗൈറഹു മാ ല ഹഖ്ഖ ലഹു ഫീഹി. ഒരു അർഹതയുമില്ലാതെ അന്യായമായി മറ്റുള്ളവരുടെ ഹക്ക് കവർന്നെടുത്ത ആളുകളുടെ കാര്യം എന്തായിരിക്കും? ഒരു അവകാശവുമില്ലാതെ. فعذاب القبر من معاصي القلب والعين والأذن والفم واللسان والبطن والفرج واليد والرجل والبدن كله. ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് ഹൃദയത്തിൽ ചെയ്യുന്ന തിന്മകൾ കൊണ്ടും, കണ്ണ്, ചെവി, വായ, നാവ്, വയറ്, ഗുഹ്യസ്ഥാനങ്ങൾ, കൈകൾ, കാലുകൾ, ഇങ്ങനെ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന തിന്മകൾ കൊണ്ടാണ്, അവക്കാണ് ഖബറിൽ ശിക്ഷ നൽകപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്രകാരം, അദ്ദേഹം പറയാൻ, മനുഷ്യർ അവരിൽ ബഹുഭൂരിപക്ഷത്തിനും ഇങ്ങനെയുള്ള ചില തിന്മകൾ സംഭവിക്കാറുണ്ട് എന്നതുകൊണ്ട് തന്നെ മനുഷ്യർ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, മറ്റുള്ളവരോടുള്ള ഹക്ക് നന്നായി ശ്രദ്ധിക്കുക. അവനവൻ്റെ നാവ് കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ഹക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് തൗബ ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോകും. ആൾക്കാരോട് വെറുതെ ഉപദ്രവം ചെയ്തു വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചെയ്യുന്ന തിന്മകൾ നിനക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നിനക്ക് തൗബ ചെയ്യാൻ അള്ളാഹ് പുറത്തുതരും. പക്ഷെ മറ്റുള്ളവരുടെ മദാലിമുകൾ, മറ്റുള്ളവരെ അതിക്രമിച്ചത്, അവരുടെ അന്യായം ചെയ്ത് ഇത് അവരുടെ അടുത്ത് പൊറുക്കലിന് വാങ്ങിക്കണം, അവരുടെ അടുത്ത് പൊരുത്തപ്പെടിപ്പിക്കണം. അത് പ്രയാസകരമാണ്. ചിലപ്പോൾ പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തുള്ള കാര്യത്തിൽ, കാരണം ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. വഴി കൂടെ യാത്ര പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ എവിടെ നിന്ന് കയറി വന്നു, അയാളൊരു ചീത്ത അങ്ങ് വിളിച്ചു. ഇനി അയാൾ നീ എവിടെ പോയി കാണാനാണ്? അയാളടുത്ത് മാപ്പ് ചോദിക്കാൻ? അയാളോട് നീ എവിടെ പോയിട്ട് മാപ്പ് പറയാനാണ്? ഇങ്ങനെ എത്രയോ സ്ഥലങ്ങൾ, ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ നിന്റെ അടുത്ത് ഒരു സാധനം വാങ്ങിച്ചാൽ അടുത്ത അർഹമായി പൈസ വാങ്ങിക്കുക, അർഹമല്ലാത്ത പൈസ വാങ്ങിക്കുക. ഇയാളെ പിന്നെ എവിടെ നിന്ന് തിരിച്ചിട്ടാനാണ്? അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിദേശങ്ങൾ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിക്കൊള്ളുന്നില്ല, നാട്ടിലുള്ള കാര്യം പോലെയല്ല. അതുകൊണ്ട് ഹക്കിന്റെ കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കുക. സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആളുകൾ അന്യായമായി സംസാരിക്കാതിരിക്കുക, അവരുടെ അഭിമാനം അന്യായമായി വ്രണപ്പെടുത്താതിരിക്കുക. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, വലമ്മ കാന അക്സറുൻ നാസി കദാലിക്, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞ അവയവങ്ങൾ കൊണ്ടൊക്കെ അതിക്രമങ്ങൾ ചെയ്യാറുണ്ട് എന്നത് കാരണത്താൽ കാന അക്സറു അസ്ഹാബുൽ ഖുബൂരി മുഅദ്ദബീൻ, ഖബറിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. വൽ ഫായിസു മിൻഹും ഖലീൽ, ഖബറിൽ രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറച്ചാണുള്ളത്.
ഫദവാഹിറുൽ ഖുബൂരി തുറാബ്, എന്തേ പറയാം, ഖബറിന്റെ പുറമേ ഉള്ളത് മണ്ണാണ്. വബവാത്തിനുഹ ഹസറാത്തുൻ അദാബ്, എന്നാൽ അതിന്റെ ഉള്ളിലുള്ളത് നിരാശ നിറഞ്ഞ ആർത്തനാദങ്ങളും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷകളുമാണ്. വവാഹിറുഹ ബിത്തുറാബി വൽ ഹിജാറത്തിൽ മൻഖൂശതി മബ്നിയാത്തുൻ, അതിന്റെ പുറമേക്ക് നിനക്ക് കാണാൻ കഴിയുന്നത് ഖബറിന്റെ മുകളിൽ വെച്ച മീസാൻ കല്ലും അതിന്റെ ഇഷ്ടിക കല്ലുകളും ഒക്കെയാണ്. വഫീ ബാത്തിനിഹ ദവാഹി വൽ ബലിയാത്ത്, എന്നാൽ അതിന്റെ ഉള്ളിലുള്ളത് വിപത്തുകളാണ്, ദുരിതങ്ങളാണ്. തഗ്ലി ബിൽ ഹസറാത്തി കമാ തഗ്ലി അൽ ഖുദൂറു ബിമാ ഫീഹാ, വെള്ളം ഒഴിച്ചു വെച്ച് ചട്ടി തിളപ്പിക്കുന്നത് പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ഖബറുകൾ. വയഹിഖു ലഹാ വഖദ് ഹീല ബൈനഹാ വബൈന ശഹവാതിഹാ വമാനിഹാ, മനുഷ്യരുടെ എല്ലാ ദേഹേച്ഛകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അതിനുള്ളിൽ എത്തിപ്പെട്ടതോടുകൂടി അവസാനിച്ചിരിക്കുന്നു, ഇനി അവിടെ ഇല്ല. അതുകൊണ്ട് സഹോദര, പണിയെടുക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഓരോ ദിവസവും മുന്നിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കുക, ഇത് രാജാവിനും ഭരണീയനും പൈസക്കാരനും എല്ലാവർക്കും ഒന്നാണ്. ആർക്കും അവിടെ പ്രത്യേകിച്ചൊരു പരിഗണനയില്ല, എല്ലാവർക്കും ഒരേ ഖബറാണ് വരാനിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുന്ന് അറിയിച്ച കാര്യങ്ങളിൽ ഒന്നാണ്, ഖബറിൽ ഒരാൾ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖബർ അവനെ ഇടുക്കുന്നതാണ് എന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിൽ ഖബ്രി ളഗ്തതൻ, ഖബറിന് ഒരു ളഗ്തത്തുണ്ട്, അതിനൊരു അണക്കലുണ്ട്. ലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ്, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ചരിത്രം വായിച്ചാൽ അറിയാം, ഇത്രമാത്രം മഹാനായ സ്വഹാബിയായിരുന്നു അദ്ദേഹം. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രക്ഷപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹാദല്ലദീ തഹറക ലഹുൽ അർശ്, സഅദ് മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയെന്നാണ്. അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടി, അതിന് അല്ലാഹുവിന്റെ സൃഷ്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ടപ്പോൾ അവിടത്തേക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ദുഃഖമുണ്ടായിട്ടുണ്ട്, കഠിനമായ പ്രയാസമുണ്ടായിട്ടുണ്ട്. അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. സഅദ് ഇബ്നു മുആദിന്റെ മരണത്തിൽ അർശ് വിറച്ചിട്ടുണ്ട്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്. ലഖദ് ദുമ്മ ദമ്മതൻ സുമ്മ ഫുരിജാൻ, പക്ഷെ അദ്ദേഹം ഖബറിൽ വെക്കപ്പെട്ടപ്പോൾ ഖബർ അദ്ദേഹത്തെ ഇടുക്കിയിട്ടുണ്ട്, പിന്നീട് അദ്ദേഹത്തെ ആ ഇടുക്കത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മുഅ്മിനിനെ ഈ ഇടുക്കം ആദ്യത്തിലുണ്ടാകും, പിന്നെ അത് അഴിച്ചുവിടുന്നതാണ്. ചിലർ പറഞ്ഞു ഇത് അസറുകളിൽ വന്നിട്ടില്ല, പക്ഷെ ചില പണ്ഡിതന്മാർ വിശദീകരണത്തിൽ അവർ പറഞ്ഞതായി കാണാം, ഭൂമിയിൽ നിന്നാണ് മനുഷ്യർ പോയത്, മനുഷ്യൻ ഭൂമിയിൽ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്, അതിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള അണക്കലാണ്. കാലങ്ങളോളം അകലേക്ക് പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന അണക്കലാണ്. ആ അണക്കൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് വിടുന്നതാണ്. പക്ഷെ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ആ അണക്കൽ തുടരുന്നതാണ്, അത് അവസാനിക്കാതെ നിലക്കാതെ തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ അണക്കൽ, ഇത്തരം ഈ ഖബറിന്റെ ഉള്ളിലുണ്ടാകുന്ന അണക്കൽ, അതുപോലെ തന്നെ സക്രാത്തുൽ മൗത്തിന്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, ഇതെല്ലാം മുഅ്മിനീങ്ങളുടെ തിന്മകൾ പൊറുക്കാനുള്ള വഴികളെ അല്ലാഹു നിശ്ചയിച്ചതാണ്. പരലോകത്തേക്ക് എത്തുമ്പോൾ ദുനിയാവിൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന പരീക്ഷണങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ അവരുടെ തിന്മകൾ പൊറുക്കാൻ കാരണമാകുമെന്നതുപോലെ തന്നെ സക്രാത്തുൽ മൗത്തിന്റെ വേദന അവരുടെ തിന്മകൾ പൊറുക്കാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ ഖബറിലുള്ള ഈ ഇടുക്കം അവരുടെ തിന്മകൾ പൊറുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ ഖബർ ശിക്ഷ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യർ ഖബറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്തേക്ക് 2 മലക്കുകൾ വന്നെത്തും. ഇത് ഹദീസിൽ വന്നാൽ നിങ്ങൾ ധാരാളം തവണ കേട്ടതായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബിന്റെ സുദീർഘമായ ഹദീസിൽ നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. ഹദീസ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയായ സഹാബിയെ മറവ് ചെയ്യുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ ഖബർസ്ഥാനിലേക്ക് എത്തിയപ്പോൾ ഖബർ കുഴിച്ചു കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടുത്തുള്ള ഒരു കല്ലിന് മുകളിൽ ഇരുന്നു.
തൻ്റെ കയ്യിൽ, അവിടുത്തെ കയ്യിൽ ഒരു കമ്പുണ്ടായിരുന്നു, ഒരു മരക്കമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഇങ്ങനെ കോറിക്കൊണ്ടിരുന്നു. അവിടെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടുന്ന് തല ഉയർത്തി. എന്നിട്ട് അവിടുന്ന് മുഅ്മിനിൻ്റെയും മുനാഫിഖിൻ്റെയും കാഫിറിൻ്റെയും അവസാന നിമിഷങ്ങളും ഖബർ ജീവിതവും എങ്ങനെയായിരിക്കും എന്നത് സുദീർഘമായ ഹദീസിൽ വിവരിച്ചു. അതാണ് ബറാ ഇബ്നു ആസിബിന്റെ ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതുആദു റൂഹുഹു ഫീ ജസദിഹി ഫയഅതീഹി മലകാനി ഫയജ്ലിസാനി. ഒരു മുഅ്മിനായ ഒരാൾ മരണപ്പെട്ടാൽ അവനെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ റൂഹ് അവനിലേക്ക് തിരിച്ചെത്തും. അള്ളാഹു അവൻ്റെ റൂഹ് മടക്കി കൊടുക്കുന്നതാണ്. ഫയഅതീഹി മലകാൻ, അവൻ്റെ അടുത്ത് 2 മലക്കുകൾ വന്നെത്തും. ഫയജ്ലിസാനിഹി, ആ 2 മലക്കുകൾ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, ആ 2 മലക്കുകളോട് പറയും, മൻ റബ്ബുക, എൻ്റെ റബ്ബാരാണ്. ഫയഖൂലു റബ്ബി അല്ലാഹ്, അവൻ പറയും, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഹദീസ് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയട്ടെ. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ആളുകൾ പരിശീലിക്കാറില്ലേ? അല്ലേ? എത്ര ലളിതമായ, അവന് ഏറ്റവും പരിചിതമായ, ചോദിച്ചാൽ ആദ്യം എളുപ്പത്തിൽ പറയാവുന്ന ഉത്തരം ഏതാണ്? നിന്റെ പേരെന്താണെന്നുള്ള ഉത്തരമാണ്. പക്ഷെ നീ അതുവരെ ചിലപ്പോൾ കണ്ണാടിയിൽ പറഞ്ഞു നോക്കും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ്. ദുനിയാവിലൊരു ജോലിൻ്റെ കാര്യത്തിൽ അതുവരെ ചിലപ്പോൾ നീ കണ്ണാടിയിലൊന്ന് പറഞ്ഞു നോക്കും നിന്റെ പേരെങ്ങനെ പറയേണ്ടത്. ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ്, ഏറ്റവും വലിയ ചോദ്യം ചെയ്യലാണ്. ഈ ചോദ്യം ചെയ്യൽ നീ തയ്യാറെടുക്കാൻ, ഇത് എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് ശീലിക്കാൻ. ചില ആൾക്കാർക്ക് ചോദിച്ചാൽ അറിയില്ല എന്താ ഉത്തരം പറയേണ്ടത്. ഇതുവരെ നാവ് കൊണ്ടത് പറഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. നാവിന് പറഞ്ഞ് ശീലമാക്കുക. ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹം ചോദിച്ചേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിൻ്റെ റസൂലെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുമോ? ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് പറഞ്ഞ് ശീലിക്കുക. ആദ്യത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. ഉത്തരം എന്താണ്? റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? അതിനുള്ള ഉത്തരം എന്താണ്? ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. മൂന്നാമത്തെ ചോദ്യം, മൻ ഹാദല്ലദീ ബുഇസ ഇലൈക്, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് ചോദിക്കും. അപ്പോൾ പറയുക, ഹുവ റസൂലുള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അല്ലെങ്കിൽ മൻ നബിയുക, നിന്റെ നബി ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയുക, നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉത്തരം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ചോദിക്കും, വമാ ഇൽമുക, ഈ കാര്യം നിനക്ക് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? അപ്പോൾ അവൻ പറയും, ഖറഅതു കിതാബ് അല്ലാഹി ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അതിൽ വായിച്ചതാണ്, അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഫയുനാദി മുനാദി മിനസ് സമാഇ അൻ സദഖ അബ്ദി, അപ്പോൾ ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, എൻ്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിഷൂഹു മിനൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പിട്ട് കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിക്കുക. വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം തുറന്നു വെച്ചു കൊടുക്കുക. ഫയഅതീഹി ബിറൗഹിഹാ വതീബിഹാ, അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും അതിൻ്റെ ആസ്വാദനങ്ങളും അവന് ഖബറിലേക്ക് വന്നെത്തും. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസറിഹി, അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കപ്പെടും. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി ഹസനുൽ സിയാബി തയ്യിബുർ റീഹ്, അവൻ്റെ അടുത്തേക്ക് നല്ല സുഗന്ധമുള്ള, നല്ല വസ്ത്രം ധരിച്ച, കാണാൻ ഭംഗിയുള്ള ഒരാൾ വന്നെത്തും. ഫയഖൂൽ അബ്ശിർ ബില്ലദി യസുറുക് അബ്ശിർ ബിറിദ്വാനിൻ മിനല്ലാഹ്, അവൻ വന്നിട്ട് പറയും, നിനക്ക് സന്തോഷമുള്ള കാര്യമാണ് നിന്നെ കാത്തിരിക്കുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നിന്നെ കാത്തിരിക്കുന്നത്. വജന്നാത്തിൻ ഫിഹാ നഈമുൻ മുഖീം, എന്നെന്നും അവസാനിക്കാത്ത സ്വർഗമാണ് കാത്തിരിക്കുന്നത്. ഹാദാ യൗമുക അല്ലദീ കുൻത തുഅദ്, നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസമാണിത്. അപ്പോൾ അയാൾ തിരിച്ചു പറയും, അൻത ഫബശറക അല്ലാഹു ബിഖൈർ, സുബ്ഹാനല്ലാഹ്, നീ എത്ര സന്തോഷകരമായ കാര്യമാണ് നീ എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നത്, അള്ളാഹു നിനക്കും സന്തോഷം നൽകട്ടെ. മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുക വജ്ഹു അല്ലദീ യജീഉ ബിൽ ഖൈർ, നന്മയുമായി വന്നെത്തുന്ന ഒരാളുടെ മുഖമാണ് നിനക്കുള്ളത്. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. അവനവൻ്റെ അമലുകൾ ശരിക്കും നോക്കുക. വികൃതമാണോ അതിൻ്റെ മുഖം, അതിൻ്റെ മുഖം സുന്ദരമാണോ, നിനക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും.
അവനവൻ്റെ ഹിസാബ് ഇവിടെ വെച്ച് നടത്തുക. ഇത് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സുകൾ നമ്മെ എന്തൊക്കെ പറഞ്ഞു പിന്നെ വഞ്ചിച്ചാലും അവനവനെക്കുറിച്ച് വിലയിരുത്താൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെയാണ്. സ്വന്തത്തെ നന്നായി വിലയിരുത്തുക. ആൾക്കാർ നിന്നെ പറ്റി പറയുന്നതോ നിന്റെ ഭാര്യ നിന്നെക്കുറിച്ച് പറയുന്നത് പോലുമോ നിനക്ക് ഉപകരിക്കുകയില്ല. നീ നിന്നെ വിലയിരുത്തുക. എന്താ നിന്റെ അവസ്ഥ, എന്താ നിന്റെ അമലുകളുടെ ഉദ്ദേശം, എന്താ നിന്റെ നീയത്തുകൾ, എന്താ നിന്റെ മനസ്സിൻ്റെ അവസ്ഥ, മുസ്ലിങ്ങളുള്ള നിന്റെ ഹൃദയത്തിലെ സ്ഥിതി എന്താ, അവരോട് വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, എന്താണ് നിന്റെ സാമ്പത്തിക സ്ഥിതി, എന്താ നിന്റെ അമലുകളുടെ സ്ഥിതി, എന്താ നിന്റെ രഹസ്യം, എന്താണ് അള്ളാഹു നീ മാത്രമായി അറിയുന്ന നന്മകൾ നിനക്കുള്ളത്, എന്താണ് ഇസ്തിഗ്ഫാറിന്റെ കാര്യം, എന്താണ് തൗബയുടെ കാര്യം, എന്താണ് ഖുർആനുമായുള്ള ബന്ധം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം. നന്നായി സ്വയം ചോദിക്കുക. ഇതൊക്കെ ചോദിക്കാൻ ഇപ്പോഴേ സമയമുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിന് മുൻപ് നമ്മളൊക്കെ മരിച്ചു പോകും. ആലോചിച്ച് നോക്ക്, 10-50 കൊല്ലം മുൻപ് ജീവിച്ച് മരിച്ച നമ്മുടെ നാട്ടിലെ വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ നേതാക്കന്മാർ, ആരപ്പോൾ അവരെ ഓർക്കുന്നത്? അവരുടെ മക്കൾ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്ന പോലുമില്ല. നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും മരിച്ചു കഴിഞ്ഞാൽ? ആരെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണത്? ഒരു 100 കൊല്ലം മുന്നുള്ള ആൾക്കാരെ, 200 കൊല്ലം മുന്നുള്ള ആൾക്കാരെ കാര്യം ആരെ ഓർക്കുന്നത്? പക്ഷെ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നെത്തുന്നതാണ്. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നന്നായി ചിന്തിക്കുക. പരലോകം വലിയൊരു കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ സംസാരിക്കുന്ന എത്ര സത്യമാണോ അതുപോലെ ഇത് സത്യമാണ്. ഈ പറഞ്ഞ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. ഒരു സഹോദരങ്ങളെ, ആൾക്കാരുടെ പ്രശംസകളോ ഇതൊന്നും നമ്മൾക്കൊരു ഉപകാരവും ചെയ്യില്ല. ആൾക്കാരുടെ അടുത്തുള്ള നല്ല പേരും സ്ഥാനം ഇതൊക്കെ അവസാനിക്കും. യൗമ തുബ്ല സറായിർ, എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടുന്ന ദിവസമുണ്ട്. എല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുന്ന ദിവസം. കഫാ ബിനഫ്സിക യൗമ ഹസീബ, ഇന്നേ ദിവസം നിനക്ക് നിന്നെ വിചാരണ ചെയ്യാൻ നീ മതിയായതാണ്. നീ മതി. അവനവൻ്റെ അമലുകൾ പരിശോധിക്കുക. ആരും അതിന് നമ്മളൊപ്പം ഉണ്ടാവില്ല. ഒരാളുടെയും പ്രശംസയോ ഇകഴ്ത്തലോ ഇതൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് വകപ്പോവുകയില്ല. ന്യായങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കുകയില്ല. കളവുകൾ നിൽക്കുകയില്ല, ശബദങ്ങൾ നിൽക്കുകയില്ല, ഒന്നും അവിടെ രക്ഷപ്പെടുത്തുകയില്ല. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. ഖിയാമത്ത് നാൾ എത്തുന്നതിന് മുൻപ് സ്വന്തം കാര്യം ശ്രദ്ധിക്കുക. അതിന് മുൻപ് അത് എത്തുന്നവരെ കാത്തിരിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, فيقول أنا أعملك صالح فوالله ما علمتك إلا كنت سريعا في طاعة الله. ആ മനുഷ്യൻ പറയും, അള്ളാഹു സത്യം, ഏതൊരു സൽക്കർമ്മത്തോടും ഏതൊരു നന്മയോടും ധൃതി കൂട്ടുന്നവനായിരുന്നു നീ. എന്തൊരു നന്മ ഉണ്ടെങ്കിലും നീ അതിനുവേണ്ടി തിരക്ക് കൂട്ടിയിരുന്നു. ബതീഅൻ ഫി മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നീ പിറകിലേക്കായിരുന്നു. ഫജസാക അല്ലാഹു ഖൈറൻ, അതുകൊണ്ട് അള്ളാഹു നിനക്ക് നല്ലത് പ്രതിഫലമായി നൽകട്ടെ. ثم يفتح له باب من الجنة وباب من النار, എന്നിട്ട് അവന് സ്വർഗത്തിൽ നിന്നൊരു കവാടം കാണിച്ചു കൊടുക്കും, നരകത്തിൽ നിന്ന് വേറൊരു കവാടം തുറന്നു വെച്ചു കൊടുക്കും. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയും, ഹാദാ മൻസിലുക ലൗ അസൈത അല്ലാഹ്, നരകത്തിലെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവനോട് പറയും, നീ അള്ളാഹുവിനെ ധിക്കരിച്ചിരുന്നെങ്കിൽ നിനക്ക് ഉണ്ടാകേണ്ടിരുന്ന സ്ഥലം ഇതായിരുന്നു. അബ്ദലക അല്ലാഹു ബിഹി ഹാദാ, നിനക്ക് പകരം ഇതാ അള്ളാഹു സ്വർഗത്തിൽ ഈ സ്ഥലമാണ് തന്നിരിക്കുന്നത്. ഫഇദാ റഅ മാ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവൻ പറയും, റബ്ബി അജ്ജിൽ ഖിയാമ സ്സാഅ, അല്ലാഹുവേ അന്ത്യനാൾ വേഗം സംഭവിപ്പിക്കണേ. കൈമ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും തിരിച്ചു പോകാൻ വേണ്ടി. ഫയുഖാലു ലഹു ഉസ്കുൻ, അപ്പോൾ സമാധാനിക്കാൻ പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ കാഫിറിൻ്റെയും അതുപോലെ തിന്മകൾ ചെയ്ത ഒരാളുടെയും അവസ്ഥ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇതേ മനുഷ്യൻ ഖബറിലേക്ക് എത്തിയാൽ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവനോട് ചോദിക്കും, മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക. അവൻ പറയും എല്ലാ ചോദ്യങ്ങൾക്കും അവൻ്റെ ഉത്തരം ലാ അദ്രി എന്നായിരിക്കും, എനിക്കറിയില്ല എന്നായിരിക്കും. അപ്പോൾ ആകാശത്തു നിന്ന് വിളിച്ചു പറയും, അൻകദബ്. നോക്കൂ, അവിടെ അൻകദബ അബ്ദി എന്ന് പറയില്ല, മറ്റേത് സദഖ അബ്ദി എന്നാണ് പറയാം, എൻ്റെ ദാസൻ സത്യം പറഞ്ഞിരിക്കുന്നു. ഇവിടെ കദബ്, കള്ളം പറഞ്ഞിരിക്കുന്നു അത്രേ പറയൂ, എൻ്റെ അടിമ എന്ന വാക്കില്ല. ففرشوا له من النار وافتحوا له بابا إلى النار فيأتيه محرها وسمومها. അവന് നരകത്തിൽ നിന്നൊരു വാതിൽ തുറന്നു വെച്ചു കൊടുക്കും, അതിൻ്റെ ചൂടും വിശപ്പുകയും അതിലേക്ക് കയറിക്കൊണ്ടിരിക്കും. വയുദയ്യഖു അലൈഹി ഫി ഖബ്രി, അവൻ്റെ ഖബർ ഇടുക്കുന്നതാണ്.
ഹത്ത തഖ്തലിഫ ഫീഹി അദ്ലാഉഹു, അവൻ്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്തു പോകുന്നതാണ്. വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹി ഖബീഹുസ് സിയാബി മുൻതിനു റീഹ്, അവൻ്റെ അടുത്തേക്ക് വികൃതമായ മുഖമുള്ള വൃത്തികെട്ട വസ്ത്രം ധരിച്ച ചീഞ്ഞ് മണക്കുന്ന ദുർഗന്ധമുള്ള ഒരാൾ വന്നെത്തും. അവൻ പറയും അബ്ശിർ ബില്ലദി യസൂഉക്, എന്നെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് പറയാനുള്ളത്. ഹദാ യൗമുക അല്ലദീ കുൻത തുഅദ്, നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസമാണിത്. ഇയാൾ പറയും ഫഅൻത ബശറക അല്ലാഹു ബിശ്ശർ, നിനക്ക് അള്ളാഹു തിന്മ അറിയിച്ചു തരട്ടെ, തിന്മയിലേക്ക് നയിക്കട്ടെ. മൻ അൻത, നീ ആരാണ്? അവൻ പറയും അന അമലുകൽ ഖബീസ്, ഞാൻ നിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ്. നന്നായി നിനക്കറിയാം. അമലുകൽ ഖബീസ്, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ. എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നന്നായിട്ട് അറിയാം. ഇഖ്ലാസ് ഇല്ലായ്മ, റിയാ, സുംഅത്ത്, ഹൃദയത്തിലുള്ള ധിക്കാരം, ഗഫ്ലത്ത്, കിബ്ർ, വിദ്വേഷങ്ങൾ, ഹിഖ്ദ്, അസൂയ. ഇങ്ങനെ നീ ഇത്രയും കാലം ചെറിയ പ്രായം മുതലേ നീ പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളില്ലേ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇതൊക്കെ പഠിച്ച് കുറെ കാലമായി പഠിച്ചതല്ലേ. അവനവൻ്റെ മനസ്സുമായി കുറച്ചു നേരം ഇരിക്കുക, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് എപ്പോഴും പരിശോധിക്കുക. നമ്മൾ ഈ തിരക്കിൽ പെട്ടിട്ട് നമ്മൾ ഇത് മറന്നു പോരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ثم يقيض الله له يقيض الله له أعمى أصم أبكم في يده مرزبة. എന്നിട്ട് അള്ളാഹു അവന് വേണ്ടി ഒരാളെ നിശ്ചയിച്ചു കൊടുക്കും. കണ്ണു കാണാത്ത, അന്ധനായ, സംസാരിക്കാൻ കഴിവില്ലാത്ത, കേൾക്കാൻ സാധിക്കാത്ത ഒരാൾ. അവൻ്റെ കയ്യിൽ അടിക്കാനുള്ള ഒരു ദണ്ടുണ്ടായിരിക്കും. ലൗ ദുരിബ ബിഹാ ജബലുൻ കാന തുറാബ, അതുകൊണ്ടൊരു മലയുടെ മുകളിൽ, ഒരു പർവ്വതത്തിൻ്റെ മേലെ അടിച്ചിരുന്നെങ്കിൽ അത് മണ്ണായി പൊടിഞ്ഞു പോകുമായിരുന്നു. ഫയദ്രിബുഹു ഹത്ത യസീറ ബിഹാ തുറാബ, അതുകൊണ്ട് ഇവനെ അടിക്കുന്നതാണ്. എന്നിട്ട് അവൻ മണ്ണായിത്തീരും. സുമ്മ യുഈദുഹു കമാ കാൻ, പിന്നെ അവൻ ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഫയദ്രിബുഹു ദർബതൻ ഉഖറാ, എന്നിട്ട് വീണ്ടും അടിക്കും. ഇങ്ങനെ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. സഹോദരങ്ങളെ, മനുഷ്യരുടെ ഖബർ ജീവിതം, അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിലെ ജീവിതം ഇവിടെ ശരീരവുമുണ്ട്, റൂഹുമുണ്ട്. പക്ഷെ ഇവിടെ അനുഭവങ്ങൾ കൂടുതലും ശരീരത്തെയാണ് ആദ്യം ബാധിക്കുക. നമുക്ക് പെട്ടെന്ന് ശരീരത്തെ ബാധിക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ റൂഹ്, അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഉള്ളിലാണ്. ഖബർ ജീവിതം എന്നാൽ അവിടെ റൂഹ് ശരീരത്തിൻ്റെ സ്ഥാനത്തായിരിക്കും. റൂഹായിരിക്കും അവിടെ കൂടുതൽ അനുഭവിക്കുക. നന്മകളാണെങ്കിൽ അത് റൂഹിനായിരിക്കും കൂടുതൽ അനുഭവിക്കുക. പ്രയാസമാണെങ്കിൽ അത് റൂഹിനായിരിക്കും കൂടുതൽ അനുഭവിക്കുക. ശരീരത്തിന് അതോടൊപ്പം സ്ഥാനമുണ്ടായിരിക്കും. അവിടെ റൂഹിൻ്റെ സ്ഥാനത്ത് ഏതുണ്ടാവുക? ശരീരമാണ് ഉണ്ടാവുക. ഖിയാമത്ത് നാൾ വന്നെത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ അവസ്ഥയിലായിരിക്കും, രണ്ടും ഒരേ സ്ഥിതിയിലായിരിക്കും, രണ്ടും പരിപൂർണ സ്ഥിതിയിലായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ പരിപൂർണമായിരിക്കും, അവിടുത്തെ ശിക്ഷയും പരിപൂർണമായിരിക്കും. എത്ര സമയം? ബർസഖി ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ബർസഖി ജീവിതത്തിൽ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാരണങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് പൊതുവായ കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറഞ്ഞു വാക്കിതാണ്. അദ്ദേഹം പറഞ്ഞു, വമിൻ അൻഫഇഹാ അൻ യജ്ലിസ അർറജുലു ഇൻദമാ യുരീദു അൻ-നൗമ ലില്ലാഹി സാഅതൻ യുഹാസിബു നഫ്സഹു ഫീഹാ അലാ മാ ഖസറഹു വറബിഹഹു ഫീ യൗമിഹി. ഖബർ ജീവിതത്തിൽ ശിക്ഷ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല കാര്യം, നീ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് കുറച്ച് സമയം ഇരിക്കാൻ. ഉറക്കത്തിന് മുൻപ്
മനുഷ്യന്റെ ഉറക്കത്തിന് മുൻപുള്ള സമയം അവന്റെ കൽബ് ഏറ്റവും ബന്ധിക്കപ്പെട്ട കാര്യം ചിന്തിക്കുന്ന സമയമാണ്. ഉറക്കത്തിൽ തൊട്ട് നിങ്ങൾ ഉറക്കത്തിന് മുൻപ് ചിന്തിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കാര്യങ്ങളായിരിക്കുള്ളൂ. പൊതുവെ ഉറങ്ങുന്നതിന് മുൻപ് മനുഷ്യൻ ഇങ്ങനെ ഫാരിഗാണ്, ഞാൻ എല്ലാ തിരക്കുകളിലും മാറി കിടക്കുകയാണ്, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇരിക്കാൻ, മനസ്സ് ശൂന്യമാണ്. ആ സമയത്ത് ഒരാൾ എന്തു ചിന്തിക്കുന്നു എന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ വിലയിരുത്താൻ സഹായിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് വൃത്തിയായിട്ട് ചിന്തിച്ചിട്ടും അത് കണ്ടിട്ടും അത് കേട്ടിട്ടാണോ കിടക്കുന്നത്, അല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചും നല്ല കാര്യങ്ങൾ പ്രാർത്ഥിച്ചും നല്ല ആലോചിച്ചിട്ടാണോ കിടക്കുന്നത്? നിനക്ക് തന്നെ നിന്റെ സ്വന്തം നഫ്സിനെ കുറിച്ച് അറിയാലോ. ഇബ്നുൽ ഖയ്യിം പറയാണ്, അദ്ദേഹം പറയാണ്, കിടക്കുന്നതിന് മുൻപ് കുറച്ചു സമയം ഇരിക്കുക, എന്നിട്ട് അന്നേ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് എവിടെയെല്ലാം ലാഭമുണ്ടാക്കി എവിടെയെല്ലാം നഷ്ടം വരുത്തിയിട്ടുണ്ട്. ഈ മുഹാസബ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ മുഹാസബയുടെ അവസ്ഥ ശരിക്കും തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയി നോക്കണം. ഇപ്പോൾ നീ ഉദാഹരണത്തിന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി, എൻ്റെ കയ്യിൽ നിന്നൊരു ബാഗ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. എവിടെയാണിത് മറന്നു വെച്ചതെന്ന് ഓർമ്മയില്ല. അപ്പം നീ എന്താ ചെയ്യുക? പോകുന്ന വഴി മുഴുവൻ ആലോചിക്കും. ഞാൻ ഇവിടെ വന്നു, ഇവിടെ ഇന്നാളെ കണ്ടു, ഇന്നാട് ഇന്ന് സംസാരിച്ചു, ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ എന്തൊരു കാഴ്ച കണ്ടു, അപ്പം എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ഇപ്പം ഇതാണ് മുഹാസബയുടെ രൂപം. ഈ ഇരുത്തരിക്ക നടന്നപ്പോൾ എന്തായിരുന്നു, അയാൾ സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു. സഹോദരങ്ങളെ, അങ്ങനെ ഒരു പരിശോധന ഒന്ന് നടത്തി തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ നന്മയാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തിന്മയായിരുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെടും. അങ്ങനെ അജീവായ ഒരു കാര്യമാണ്. നീ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ വരെ തിന്മയായിരുന്നു, അല്ലെങ്കിൽ അതിൽ പരിപൂർണ ശുദ്ധിയില്ലായിരുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെടും. ചില ആൾക്കാർ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ചിരിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നീ ആ സമയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ചിലപ്പോൾ നിന്റെ ആ സമയത്തുള്ള സംസാരം നിഷ്കളങ്കമായിരുന്നില്ല, ചിലതിൽ പ്രകടനപരതയുണ്ടായിരുന്നു. അയാൾ നിന്നെ പറ്റി നല്ല വിചാരിക്കണം, നിന്നെ പറ്റി ഒരു നല്ല അഭിപ്രായം അടുത്ത് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞാലേ ബോധ്യപ്പെടാം. അപ്പോൾ നിനക്കത് ബോധ്യപ്പെടില്ല, കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴത് മനസ്സിലാവും. ആളുകളോട് ചിലപ്പോൾ കുറച്ചു നേരം മുന്നേ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടാവും വഴിയിൽ കണ്ട ഒരാളോട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊരു ശൂരത്വമായിട്ടായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചിന്തിച്ചാലോ അതൊരു മോശത്തരമായിട്ട് നമുക്ക് സ്വയം തന്നെ അനുഭവപ്പെടും. എത്രയോ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല നമുക്ക്. നമ്മൾ കുറച്ചു നേരം മുന്നേ അത് ചെയ്ത സമയത്ത് നമ്മൾ വിചാരിക്കുക, ഞാൻ എത്ര ധൈര്യവാനാണ്, എന്തൊരു മറുപടിയാണ്, ഞാൻ ചുട്ട മറുപടിയാണ് കൊടുത്തത്. കുറച്ചു നേരം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കൊന്നും പറയേണ്ടിയിരുന്നില്ല, ഇത്ര മോശമായ ഒരു വാക്കായി പോയി പറഞ്ഞത്, മാന്യതയ്ക്ക് ചേർന്നതായിരുന്നില്ല. ഇങ്ങനെ ഒരു മുഹാസബ, ഒരു വിചാരണ, സ്വന്തം വിചാരണക്ക് വേണ്ടി കുറച്ച് സമീരിക്കുക. എവിടെ നിന്ന് വിചാരണ ആരംഭിക്കണം? ആദ്യത്തെ വിചാരണ ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെ, അദ്ദേഹത്തിനോടൊപ്പം 3 ദിവസം താമസിച്ചു എന്നാണ്. രാത്രിയൊക്കെ അദ്ദേഹത്തെ നിരീക്ഷിച്ചു, പകലും രാത്രിയൊക്കെ നിരീക്ഷിച്ചു. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കാണാനില്ല, എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ഇദ്ദേഹം ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ, സഹാബിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്. അപ്പൊ അദ്ദേഹം ഈ അടുത്ത് നേരത്തെ പോയി ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് ഒരിക്കൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസം നിങ്ങളുടെ അടുത്ത് വന്ന് താമസിച്ചത് നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആലം എനിക്കറിയില്ല എന്താണ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് ഇതായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും കിടന്നുറങ്ങുന്നതിന് മുൻപ് ഒരു മുസ്ലിമായ ഒരാളോട് മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട് കിടക്കാറില്ല. അയാൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതിന്റെ കാരണം അദ്ദേഹം. അതുകൊണ്ട് സഹോദര, ഏത് നന്മയാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ ഒരു നായയായിരിക്കും. ആ മനുഷ്യൻ അല്ലേ, അയാൾ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് കിണറ്റിൽ നിന്ന് തൻ്റെ ഷൂസിൽ വെള്ളമാക്കി കൊടുത്ത് അയാൾ അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോയത്. എന്താണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നീ ചിലപ്പോൾ നിസ്സാരമെന്ന് കരുതിയ കാര്യമായിരിക്കും അള്ളാഹു നിനക്ക് വലിയ പ്രതിഫലം നൽകാൻ കാരണമാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമ ലാ യുബാലിഹ. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു വാക്ക് സംസാരിക്കും,
അവനതിന് വലിയ കാര്യമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് അള്ളാഹു ചിലപ്പോൾ അവനെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ എത്തിക്കുന്നതാണ്. വേറെ ചില ആളുകൾ ചിലപ്പോൾ ഒരു വാക്ക് സംസാരിക്കുക, അവനതിന് കാര്യമായി ഗൗനിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അതുകൊണ്ട് അള്ളാഹു ചിലപ്പോൾ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് അവനെ താഴ്ത്തി കളഞ്ഞേക്കാം. ഈ വിചാരണ നടത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. വിചാരണയില്ലാത്ത, സ്വയം വിചാരണ നടത്താത്ത ഒരാൾ നന്നാവില്ല. അയാളുടെ ആ പഴയ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആവരുത്. സഹോദരങ്ങളെ, തൗഹീദുള്ളവരെ, സലഫികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മൾ നന്നാവുക എന്നുള്ളതിനപ്പുറത്ത് ബാക്കിലേക്ക് പോരുത്. കുറച്ച് കാലം കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളെ ബാധിക്കുന്ന പ്രശ്നം, കാലം കുറച്ച് കഴിഞ്ഞാൽ മടുത്തു പോകുക എന്നുള്ളതാണ്. യഹൂദർക്ക് സംഭവിച്ചതുപോലെ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ ഹൃദയം അങ്ങ് കട്ടിയായിപ്പോയി. എന്ത് കേട്ടാലും ഒരു ബാധിക്കാത്ത അവസ്ഥയെ. അങ്ങനെ ആവരുത്. അതുകൊണ്ട് ഹൃദയത്തെ ശരിപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുക. ഒന്നും എവിടെയും നടക്കുന്നില്ല, ഇങ്ങനെ ഹൃദയം കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നു എന്ന് തോന്നി അത് പിടിച്ചു നിർത്തുക. ഈ മുജാഹദത്ത് നടത്തുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും, അപ്പോഴും പരിഹരിക്കുക. ഈ ഒരു ജിഹാദ് ഹൃദയത്തോട് നടത്തിക്കൊണ്ടേയിരിക്കുക, നിർത്തിപ്പോരുത്. ഇടക്ക് ഒറ്റക്ക് പോയിരിക്കുക, ഖുർആൻ ഓതുക, മസ്ജിദിൽ പോയിരുന്നിട്ട് ഖുർആൻ ഓതുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം ആലോചിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ പോലെ കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരഞ്ഞു നോക്കുക. ഹൃദയത്തെ ലോലമാക്കാൻ വേണ്ടി കരയാൻ ശ്രമിക്കുക എന്നുള്ളത് സലഫുകൾ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ കരയുന്നത് മനുഷ്യന്റെ മനസ്സിനെ ലോലമാക്കുന്നതാണ്. അവർ പറഞ്ഞു, കരയാൻ പറ്റുന്നില്ലെങ്കിൽ കരച്ചിൽ ഉണ്ടാക്കാൻ പറഞ്ഞയക്കണം. ആൾക്കാരെ മുന്നല്ല, ഒറ്റയ്ക്കിരുന്നിട്ട് ഒറ്റയ്ക്കിരിക്കുക, ഖുർആൻ ഓതുക. മസ്ജിദുകൾ, ആരുമില്ലാത്ത മസ്ജിദുകൾ കുറച്ച് പോയി മാറിയിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ ഓതുക. ഇല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് പോവുക, ഒരാളും ഇല്ലാതെ ഖബർ സിയാറത്ത് ചെയ്യുക. ഖുർത്തുബി റഹിമഹുല്ലാഹ് മനോഹരമായ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നിനക്കറിയുന്ന ആളാണെങ്കിൽ അയാളുടെ ഖബറിൻ്റെ അടുത്ത് പോയിരിക്കുക. എന്നിട്ട് ചിന്തിക്കുക, നീയാണ് അയാളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് ചിന്തിക്കുക. അയാൾക്ക് നിന്നെപ്പോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെ പോയി? അവരുടെ അവസ്ഥ എന്താണ്? നിന്ന് ആലോചിച്ച് നോക്കൂ. നീ ഇത്ര പ്രിയങ്കരമായി കരുതുന്ന നിന്റെ മക്കൾ നിന്റെ മറക്കുവര്. എത്ര ദിവസം നിന്റെ ഭാര്യ ചിരിക്കാതിരിക്കും? കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ ചിരിച്ചു തുടങ്ങും, പിന്നെ അവർ നിന്നെ പതുക്കെ മറന്നു തുടങ്ങും. ഒരാളും കാലാകാലം നിന്നെ ഓർത്തിരിക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ഈ പറഞ്ഞ മുഹാസബ നടത്തുക, സ്വയം വിചാരണ നടത്തുക. ഞാൻ ബെറ്ററാണ്, ഞാൻ കുഴപ്പമില്ലാത്തവനാണ്, ഈ ചിന്തയിൽ ജീവിക്കാതിരിക്കുക. എൻ്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിവാണ് പരിഹരിക്കാനുള്ള തുടക്കം. അത് ഒരാൾക്ക് തിരിച്ചറിവില്ലെങ്കിൽ ഞാൻ എന്താ കുഴപ്പം, മറ്റവനെ വെച്ച് നോക്കിയാൽ ഞാൻ എത്ര ബെറ്ററാണ്, ഞാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ആവരുത്. സാലിഹീങ്ങളെ ചുറ്റുവട്ടത്താക്കുക. ഈ ജോലി ബിസിനസ്സിൽ പെടുമ്പോഴുള്ള പ്രശ്നങ്ങളിലൊന്ന്, ഇതിൽ മത്സരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു സാലിഹായ ഒരുത്തൻ പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നം, ഇവൻ ഇക്കണ്ട ആളുകളൊക്കെ നോക്കിയിട്ട് അവൻ വിചാരിക്കുന്നില്ല ഞാൻ എന്താ അവസ്ഥ, ഞാൻ എത്ര ബെറ്ററാണ്, ഇവരൊക്കെ കണ്ടില്ലേ. അതുകൊണ്ട് സാലിഹീങ്ങളെ ചുറ്റുവട്ടത്തെ എപ്പോഴും വെക്കുക, നിന്നെക്കാൾ നല്ല ആളുകൾ. അപ്പോഴേ കൂടുതൽ പണിയെടുക്കാൻ തോന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിൽ തന്നെ ഇരിക്കണം. ഒന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. രണ്ടാമത്തെ വിഷയം, ചില പ്രത്യേക കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഷഹീദാവാന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുന്നവൻ, അവന് ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷയുണ്ട്. ഷഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ഷഹാദത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യുദ്ധത്തിൽ ശരയ്യായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ശരിയായ ഇസ്ലാമികമായ യുദ്ധം, രാജ്യങ്ങൾക്ക് കീഴിൽ, ഭരണാധികാരിക്ക് കീഴിലുള്ള ഒരു ജിഹാദ് സംഭവിക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ ഒരാൾ മരിക്കുക, ഷഹീദായി മരിക്കുക. അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ഖബർ ശിക്ഷ, ഖബറിലെ പരീക്ഷണം തന്നെ ഇല്ലാതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിബാരിഖത്തി സുയൂഫി അലാ റഅസിഹി ഫിത്ന. വാളിൻ്റെ വെള്ളി വെളിച്ചം അതിനു മുൻപിൽ ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിന്നു എന്നത് മാത്രം മതി അവർക്ക് പരീക്ഷണമായിക്കൊണ്ട്. ഇനി ഖബറിൽ വേറെ പരീക്ഷണം വേണ്ട. വാളുകൊണ്ട് ജീവൻ പോകും എന്ന സമയത്ത് അവൻ തിരിഞ്ഞോടിയില്ല, അവൻ അവിടെ തന്നെ നിന്നു.
അത് മതി അവന് പരീക്ഷണമായിട്ട്, ഇനി വേറെ പരീക്ഷണം അവന് ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കണം. സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ, ഷഹാദത്ത് എന്നത് ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരാൾ തൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായി ഷഹാദത്തിനു വേണ്ടി, രക്തസാക്ഷിത്വത്തിനു വേണ്ടി ആഗ്രഹിക്കാതെ, അതിനുവേണ്ടി ദുആ ചെയ്യാതെ, അതിനുവേണ്ടി ആഗ്രഹിക്കാതെ, കൊതിക്കാതെ ഒരാൾ മരിക്കുന്നു എങ്കിൽ നിഫാഖിൻ്റെ ശാഖയും പേറിക്കൊണ്ടാണ് അവൻ മരിക്കുന്നത്. എന്നിട്ട് അവനവൻ സ്വന്തം ചോദിക്കുക, ഷഹാദത്തിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇത് അവനവൻ സ്വയം ചോദിക്കുക. അതുപോലെ ദുആ ചെയ്യുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആലോചിക്കുക, നമ്മളെ മക്കളോട് ഇട്ടു പോകുന്നതാണ് ഈ പറയുന്നത്. നമ്മുടെ ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ടും മക്കളെ ഉപേക്ഷിച്ചുകൊണ്ടും ദുനിയാവ് പിരിഞ്ഞു പോവാന്നുള്ളതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ ഒരാൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അയാൾക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം അൽ മുറാബത്ത്. ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന കാവൽ ഭടനായി ഒരാൾ കഴിഞ്ഞുകൂടിയാൽ അയാൾക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട്. കാരണം വലിയ ഫضലുള്ള പദവിയാണ്. അയാൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നു, അയാളുടെ അതിർത്തിക്കുള്ളിലുള്ള മുസ്ലിങ്ങളെ അയാൾ സംരക്ഷിക്കുന്നു, പുറത്തുള്ള ശത്രുക്കളെ അയാൾ ഭയപ്പെടുത്തുന്നു. അത് വലിയ കാര്യം. ജീവൻ വരെ എപ്പോഴും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു സന്ദർഭത്തിലാണ് അയാൾ എപ്പോഴും കഴിച്ചു കൂട്ടുന്നത്. മൂന്നാമത്തെ കാര്യം ഹദീസിൽ വന്നത് മമ്മാത ബിദാഇൽ ബത്ൻ, വയറിന് അസുഖം വന്ന് മരിക്കുക. അങ്ങനെ മരിച്ച ആളുകൾക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിലെ പരീക്ഷണത്തിൽ അളവുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു വയറിലെ അസുഖം കൊണ്ട് മരിക്കുക എന്നുള്ളത് ഒരു കടുത്ത വേദനയാണ്, അതുകൊണ്ടാണ് അതിന് ഇളവ് നൽകപ്പെട്ടത് എന്ന് ചില ഉലമാക്കൾ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞയക്കണം. അവിടുന്ന് പറഞ്ഞു, മൻ യഖ്തുൽഹു ബത്നുഹു ഫലൻ യുഅദ്ദബ ഫീ ഖബ്രിഹി, ആരെങ്കിലും വയറിലെ അസുഖം കാരണത്താൽ മരണപ്പെട്ടാൽ അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതല്ല. നാലാമത്തെ കാര്യം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ ഹദീസിൽ വന്നതുപോലെ സൂറത്തു അൽ മുൽക്ക് പാരായണം ചെയ്യാന്നുള്ളതാണ്. മൻ ഖറഅ തബാറകല്ലദി ബിയദിഹിൽ മുൽക്കു കുല്ല ലൈലത്തിൻ മനഅഹു അല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ. സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അവസാനത്തെ കാര്യം, മരിച്ചു കഴിഞ്ഞാൽ അർവാഹുകൾ, മനുഷ്യരുടെ റൂഹുകൾ എവിടെ എത്തുമെന്നതാണ്. നബിമാരുടെ റൂഹുകൾ ഏറ്റവും ഉയരത്തിലായിരിക്കും, അല്ലീനിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് വഫാത്തിന്റെ സമയത്ത് അവസാനം പറഞ്ഞു വാക്കെന്താണ്? ഫിർ റഫീഖിൽ അഅല, ഏറ്റവും ഉന്നതനായ കൂട്ടുകാരോടൊപ്പം. ചിലർ പറഞ്ഞു അത് കൊണ്ട് ഉദ്ദേശം മലക്കുകളും നബിമാരുമാണ്, അവരോടൊപ്പം. വേറെ ചിലർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയാണ്. നബിമാർ ഏറ്റവും ഉന്നതിയിലാണ് അവരുണ്ടായിരിക്കുക. പിന്നെ അതിനുശേഷം പ്രത്യേകം ഹദീസിൽ പരാമർശിക്കപ്പെട്ട ആളുകൾ ശുഹദാക്കളാണ്. ഹദീസിൽ കാണാം, ശുഹദാക്കൾ അവർ പച്ച നിറത്തിലുള്ള പക്ഷിയുടെ ശരീരത്തിലായിരിക്കും അവരുടെ റൂഹുണ്ടായിരിക്കുക. അവർ അർശിന് താഴെയുള്ള ഒരു വൃക്ഷത്തിൽ അതിലായിരിക്കും അവരുണ്ടാവുക. അവിടെ നിന്ന് അവർ പറക്കുന്നതാണ്. ചില റിവായത്തിൽ വന്നതുപോലെ അവർ സ്വർഗത്തിന്റെ വാതിലിന്റെ മുൻപിൽ വരെ പറന്നെത്തുന്നതാണ്. ചില ഹദീസിന്റെ വിശദീകരണങ്ങൾ, ചർച്ചകളുണ്ട്. അവിടെ ഭക്ഷണം ലഭിക്കുമോ? ശുഹദാക്കളാണ്, അവരുടെ പദവി പറഞ്ഞതാണ്. മൂന്നാമത്തേത് മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് കീഴിലുള്ള മരത്തിൽ നിന്ന് അവ ഭക്ഷിക്കുന്നതാണ് മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ. ചിലർ പറഞ്ഞു അവർ പറക്കുകയില്ല. ശുഹദാക്കൾ അവർ പറന്ന് സഞ്ചരിക്കുന്നതാണ്. പക്ഷേ മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ ആ മരത്തിന് കീഴിൽ, അതിൽ തന്നെ അവരുടെ ഭക്ഷണം ഉണ്ടായിരിക്കും, അവിടെ തന്നെ ആയിരിക്കും അവർ കഴിയുക എന്ന് ചിലർ വിശദീകരിച്ചതായി കാണാം. കുഫാറുകൾ അവരാകട്ടെ അവരുടെ അവസ്ഥ നിരന്തരമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഖബറിലെ ശിക്ഷ സ്ഥിരം തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണോ, അല്ല അത് ഇടക്ക് അവസാനിക്കുകയും ഇടക്ക്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, ഖബറിലെ ശിക്ഷ ചിലത് സ്ഥിരം തുടരുന്നതാണ്, അവസാനിക്കാതെ. ഉദാഹരണത്തിന് ഹദീസിൽ വന്നതായി കാണാം, ഒരു മനുഷ്യൻ അഹങ്കാരത്തോടു കൂടി വസ്ത്രം വലിച്ചഴിച്ചുകൊണ്ട് നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം,
അവനുള്ള ശിക്ഷ എന്താ? അവൻ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ താഴേക്ക് വീണുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് അവസാനിക്കാതെ അന്ത്യനാൾ വരെ തുടരുന്ന ശിക്ഷയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 2 ഖബറുകൾക്കരികിലൂടെ നടന്നു പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ മാ യുഅദ്ദബാനി ഫി കബീർ. ഈ 2 ഖബറുകളിലുള്ള ആളുകൾ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ കാര്യമായ ആളുകൾ കാണുന്ന ഒരു കാര്യത്തിനല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. ഒരാൾ എന്താ ചെയ്തത്? ഏഷണി പ്രചരിപ്പിച്ചു. മറ്റൊരാൾ മൂത്രമൊഴിച്ചാൽ അവൻ മൂത്രം ശുദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല. ഇതാണ് അവരുടെ തെറ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഖബർ ശിക്ഷയിൽ ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞതുകൊണ്ടാണ്. ഈ ഒന്ന് മൂത്രം വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്, 2 ഈ പറഞ്ഞ ഏഷണി പറഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വപ്നം കണ്ട ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, വ്യഭിചാരികൾ അവർ ഒരു വലിയ, നിങ്ങളിവിടെ കാണാറില്ലേ ഈ ഭക്ഷണം ഈ ഹുബ്സ് ഉണ്ടാക്കുന്ന വലിയ തന്നൂർ, അങ്ങനെയുള്ള വലിയ തന്നൂറിൽ അവർ ആളി കത്തിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ കാണാം, നഗ്നരായിക്കൊണ്ട്. അതുപോലെ തന്നെ പലിശ ഭക്ഷിക്കുന്നവനവൻ തുടർച്ചയായി ഒരു രക്തത്തിൻ്റെ നദിയിൽ നീന്തിക്കൊണ്ടിരിക്കേണ്ടി വരുന്നതാണ്. അവന് കരക്ക് കയറാൻ പറ്റുകയില്ല. അതുപോലെ സുബ്ഹനിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഉറങ്ങുന്നവൻ അവൻ്റെ തലയിൽ പാറക്കല്ല് ഇട്ടുകൊണ്ട് അവൻ്റെ തല തകർക്കുകയും വീണ്ടും അത് തിരിച്ചു വരികയും വീണ്ടും തകർക്കുകയും, അങ്ങനെ തുടർച്ചയായി ശിക്ഷ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഹദീസിൽ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വേറെയും ധാരാളം ഹദീസുണ്ട്. ഇങ്ങനെയുള്ള ചില അമലുകൾ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഖബറാകട്ടെ അന്ത്യനാളിലുള്ള ശിക്ഷകളാകട്ടെ ഏതും ഗുരുതരമായ ശിക്ഷകളാണ്. തൗബ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിവസം തന്നെ 100-ലധികം തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, നന്നായി ഇസ്തിഗ്ഫാർ ചെയ്യുക. അറിയുന്നതും അറിയാത്തതുമായ തിന്മകൾ, ഹദീസുകൾ നിങ്ങൾ കേട്ടില്ലേ, ഹദീസിൽ ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകൾ ധാരാളം ഹിഫ്ദാക്കുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അവിടുന്ന് പഠിപ്പിച്ചു തന്ന വലിയ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു മാ അഖർതു മാ അസ്റർതു മാ അലൻതു മാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സഗീറഹാ വകബീറഹാ സിർറഹാ വഅലാനിയതഹാ വമാ അൻത അഅലമു ബിഹി മിൻ സിർറഹാ വഅലാനിയതഹാ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി വഹസ്ലി വഖതഇ വഅംദി വകുല്ലു ദാലിക ഇൻദി. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു മാ അഖർതു. അതിൻ്റെ പൂർത്തീകരണം. ഇങ്ങനെ ഇസ്തിഗ്ഫാറിൻ്റെ ദുആകൾ അധികരിപ്പിക്കുക, തെറ്റുകൾ പുറത്തരാൻ. ഇസ്തിഗ്ഫാർ എല്ലാ ഖൈറുകൾക്കുമുള്ള വാതിലാണ് ഇസ്തിഗ്ഫാർ. കാരണം തിന്മ എത്ര തിന്മയിൽ നിന്ന് നമ്മൾ സ്വയം ശുദ്ധീകരിക്കുന്നോ അത്രയും നമ്മുടെ ഖൈറുകൾ അധികരിക്കും. തിന്മകളാണ് എല്ലാ മുസീബത്തുകളുടെയും കാരണം. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേ കാണാം, ഇദ്ദേഹത്തെ കിതാബ് റൂഹിൽ കാണാം, ഖബറിലെ ശിക്ഷയുടെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമാണ്. കോപം തണുപ്പിക്കുക. എങ്ങനെ കോപം തണുപ്പിക്കുക? അതിനുള്ള നന്മകൾ ചെയ്യുക. അതിൽപ്പെട്ടതാണ് അസ്സദഖതു തുത്ഫിഉ ഗദബർ റഹ്മാൻ. സദഖകൾ, അതുപോലെ തന്നെ രഹസ്യമായ സദഖകൾ, പ്രത്യേകിച്ച് ആരും അറിയാത്ത സദഖകൾ, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സദഖകൾ, അങ്ങനെയുള്ള സദഖകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ സൽക്കർമ്മങ്ങളുടെ വഴികൾ സാധ്യമായതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലളിതമായ നന്മകളുണ്ട്, വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട, അത് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് കോടിക്കണക്കിന് നന്മ രേഖപ്പെടുത്താവുന്ന ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഒറ്റ പ്രാർത്ഥന നിങ്ങൾക്ക് കോടിക്കണക്കിന് നന്മകൾ രേഖപ്പെടുത്താൻ കാരണമാണ്. കാരണം എന്താ? അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ എത്ര മുഅ്മിനീങ്ങളുണ്ടോ അവർക്കെല്ലാം നിന്റെ പ്രാർത്ഥന പങ്കുണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തരുടെയും എണ്ണത്തിനനുസരിച്ച് നിനക്കൊരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. എത്ര ധാരാളം വലിയ നന്മയാണത്. ഇങ്ങനെയുള്ള ജാമിഅ ദുആകൾ അവനവൻ്റെ വിരുദ്ധായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ പലരും അൽഹംദുലില്ലാഹ് അസ്കാറു സബാഹി വൽ മസാ, രാവിലെ വൈകുന്നേരമുള്ള ദുആ ദിക്റുകൾ സ്ഥിരം ചൊല്ലുന്ന ആൾക്കാർ അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും.
അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്വയം വിരുദ്ധുണ്ടാവുക. ഇത് വിരുദ്ധം തന്നെ അവനവൻ സ്വയം നിശ്ചയിക്കുന്ന ദുആകൾ, പ്രാർത്ഥനകൾ അതിനോടൊപ്പം ചേർക്കുക രാവിലെ വൈകുന്നേരം. ഉദാഹരണത്തിന് അദ്കാർ സ്വബാഹ് മസായിൽ പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ, അതും നിനക്ക് സ്ഥിരം ചൊല്ല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ഉദാഹരണത്തിന്. അപ്പൊ അത് ഈ അദ്കാർ സ്വബാഹി വൽ മസായിനോടൊപ്പം ചേർക്കുക. ഓരോ ദുആകളും പതുക്കെ പതുക്കെ അതിനോടൊപ്പം ചേർക്കുക. അങ്ങനെ ദിവസവും നിത്യവും ദുആ ചെയ്യുക, ദുആകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. അതുപോലെ വാഹനം യാത്ര, ധാരാളം വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. വണ്ടി ഓടിക്കുമ്പോൾ ദിക്ർ ശീലാക്കുക, നാവൽ ദിക്ർ എപ്പോഴും ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സംരക്ഷണവും അല്ലാഹുവിൻ്റെ കാരുണ്യവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك من خير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك ونعوذ بك من شر ما عاد به عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم أصلح لنا أحوالنا كلها. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم يا مقلب القلوب صرف قلوبنا على طاعتك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك من الخير كله ونعوذ بك من الشر كله. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم.